ഹലോ ഗൈസ്, എടാ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ഒന്ന് പറയണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇനി നാളെയാണ് മക്കളെ നമ്മുടെ ബോട്ടണി ആൻഡ് സുവോളജി, നമ്മുടെ ബയോളജി എക്സാം നാളെയാ. ചിലരെല്ലാം പഠിച്ചു കാണും, ചിലരൊന്നും പഠിച്ചു കാണില്ല. എങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് എല്ലാം ഒന്നും പഠിച്ചെടുക്കാനുള്ള ടൈമും ഇല്ല. ഇന്ന് രാത്രി മാത്രമല്ലേ കിട്ടുള്ളൂ. തലകുത്തി മറിഞ്ഞാലൊന്നും എല്ലാ ടോപ്പിക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കൊരു 35-40 മിനിറ്റ് തരാമെങ്കിൽ എല്ലാ ചാപ്റ്ററും 4 ചാപ്റ്ററും ഉണ്ടല്ലോ, എക്കോസിസ്റ്റം ഒഴികെ ബാക്കി 4 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, കുറേ കൊല്ലങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. അതെങ്കിലും ഒന്ന് പഠിച്ചു പോകണം എൻ്റെ മക്കൾ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പഠിച്ചേക്കണേടാ. ഇനി ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒരു സ്ലൈഡ് എടുത്താൽ ആ സ്ലൈഡിൽ എന്തൊക്കെ ഉണ്ടോ അത് പഠിച്ചിട്ട് വേണം അടുത്തടുത്തിലേക്ക് പോകാൻ. വീഡിയോ നിങ്ങൾ പതുക്കെ കണ്ട് പോയാൽ മതി. ബോട്ടണി എന്ന് പറഞ്ഞ 4 ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റാക്കി കിട്ടുന്നത് എൻ്റെ വാക്കാം. എടാ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ചില വട്ടം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്, ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിൽ ഇപ്പോൾ അഗ്രോജൽ ഇലക്ട്രോഫോറസിസ് അത് കഴിഞ്ഞ ഓണം എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷെ PCR ചോദിച്ചത്. അപ്പോൾ ഇത് ഈ ഓണം എക്സാമിന് വരാൻ ചാൻസ് ചെയ്താൽ അഗ്രോജൽ ഇലക്ട്രോഫോറസിസാ. കോമ്പിറ്റൻ്റ് സെൽഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞ മെയിൻ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്, കഴിഞ്ഞ ഓണം എക്സാമിന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോഴും നമുക്ക് ഏതാണ് വരാൻ ചാൻസ് കൂടുതൽ. എല്ലാം ഇമ്പോർട്ടൻ്റ്, NCERT എല്ലാം ഇമ്പോർട്ടൻ്റാ, പക്ഷേ ഏതാണ് ഒന്നുകൂടെ ചോദിക്കാൻ ചാൻസ്, അതിന് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മളൊന്ന് നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന കുറച്ച് ക്വസ്റ്റ്യനാണ്. പഠിച്ചേ പറ്റൂ, പഠിക്കണം. ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് കുറേ ക്യാമറ കണ്ണിലൂടെ പലതും പഠിക്കാൻ പറ്റും. പക്ഷേ ഇപ്പുറത്ത് കുറേ ആൾക്കാർ വേണമെങ്കിൽ നിങ്ങളെ വന്ന് പഠിപ്പിക്കാം, പക്ഷെ അപ്പുറത്ത് ഒറ്റൊരാൾ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ എഫേർട്ട് ഇട്ടാലേ മാർഗ്ഗം വരുള്ളൂ. നല്ല പോലെ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ സാധനം ഇപ്പം തന്നെ 10-50 ക്വസ്റ്റ്യൻ നമ്മൾ 10-30-40 മിനിറ്റ് ഡിസ്കസ് ചെയ്യുക. 50 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടേ നാളെ പോകാൻ പാടുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഒരു ബുക്ക് എടുത്തോ, വേണമെങ്കിൽ എഴുതി തുടങ്ങിക്കോ. സെക്ച്വറി പ്രശ്നത്തിൽ ആദ്യം ഞാൻ പറയാൻ പോണത് ആന്തറിൻ്റെ ലെയർ എന്താണെന്നാ ചോദ്യം വരിക. ആന്തറിൻ്റെ ലെയർ അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ലെയർ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും 4 പേര് എഴുതി വെച്ചോ. എപ്പി എന്തോ മിഡിലിൽ തപ്പി, എപ്പി എന്തോ മിഡിലിൽ തപ്പി, എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിലെ ടപ്പീറ്റം. ഈ 4 ലെയറിൻ്റെ പേര് പഠിച്ചു വെച്ചോ മക്കളെ. ചോദ്യം ചോദിക്കുന്നതാണ്. ഇതിൽ പോളിംഗ് ഗ്രെയിൻസിന് ഫുഡ് കൊടുക്കുന്ന, നറിഷ് ചെയ്യുന്ന ലെയർ ഏതാ? ടപ്പീറ്റം. മറക്കല്ലേടാ. ബാക്കിയെല്ലാം ആന്തറിന് പ്രൊട്ടക്ഷനാണ് കൊടുക്കുക. എന്നാൽ പോളിംഗ് ഗ്രെയിൻസ്, ആന്തറിൻ്റെ ഉള്ളിൽ പോളിംഗ് ഗ്രെയിൻസ് വളരണമല്ലോ, വളരാൻ വേണ്ടി ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ആരാ? ടപ്പീറ്റം. 4 ലെയറും അതിൻ്റെ ഫംഗ്ഷൻസും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്തത് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എന്താ അറിയാമോ? പോളിംഗ് ഗ്രെയിൻസിനെ ഫോസിലുകളെ പോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിൻ്റെ അടി കിടക്കുന്ന അസ്ഥികൂടങ്ങളാ. അതിനൊന്നും പറ്റാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ മക്കളെ പോളിംഗ് ഗ്രെയിൻസും മണ്ണിൻ്റെ അടി കിടന്നാൽ ഒന്നും പറ്റാറില്ല. നമുക്ക് കുറേ കാലം ഫോസിലുകളെ പോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കാരണം എന്താ? ഈ പോളിംഗ് ഗ്രെയിൻസിനെ കവർ ചെയ്ത് ഒരു ഹാർഡ് ലെയർ ഉണ്ട്. അതിൻ്റെ പേര് എക്സൈൻ. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന കെമിക്കലിൻ്റെ പേരെന്താ? സ്പോറോപൊല്ലനിൻ. എന്താ വിളിക്കുക? സ്പോറോപൊല്ലനിൻ. ഈ സ്പോറോപൊല്ലിൻ്റെ പ്രത്യേകത ഉണ്ട് മക്കളെ. ആസിഡ്, ആൽക്കലി എന്തൊഴിച്ചാലും നശിക്കാത്ത ലെയറാ, നശിക്കാത്ത കെമിക്കലാ. ആ സ്പോറോപൊല്ലിൻ വെച്ചാണ് എക്സൈൻ ഉണ്ടാക്കിയേക്കണത്. ഈ കട്ടിയുള്ള സാധനം വെച്ച് ഉണ്ടാക്കിയോണ്ടാണ് പോളിംഗ് ഗ്രെയിൻസ് വർഷങ്ങളോളം ഒന്നും പറ്റാതെ മണ്ണിൽ കിടക്കാൻ കാരണം. ഓക്കെ, എക്സൈൻ സ്പോറോപൊല്ലിൻ വെച്ച് ഉണ്ടാക്കി, ഇൻഡൈൻ സെല്ലുലോസും പെക്റ്റിൻ വെച്ച് ഉണ്ടാക്കി. ഈ എക്സൈനിലുള്ള ഓട്ടകളുടെ പേര് ജംബോർ. അകത്ത് വലിയ സെല്ല് വെജിറ്റേറ്റീവ് സെല്ല്, ചെറിയ സെല്ല് ജനറേറ്റീവ് സെല്ല്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഞാനൊരു സാധനം പഠിപ്പിക്കുന്ന തന്നെ അതിൻ്റെ കൂടെ റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാം അങ്ങ് പഠിപ്പിച്ച് പോവാണ്. ഓക്കെ, അടുത്ത് എന്തുകൊണ്ടാണ് കാരണം പറ? സ്പോറോപൊല്ലിനുള്ളത് കൊണ്ടാണ് ഫോസിലിനെ പോലെ സൂക്ഷിക്കാൻ കാരണം. അടുത്ത സാറേ, എംബ്രിയോസാക്. വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ കൊല്ലങ്ങളായി ചോദിച്ചില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ 2016-18 കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ട ക്വസ്റ്റ്യനാണ്. ഈ സമയത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പം ഇനി വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചേക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ കുറേ സാധനങ്ങളും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയേക്കണത്. എങ്ങനെയാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുക? എംബ്രിയോസാക്കിലെ ഡിപ്ലോയിഡ് സെൽ ഒറ്റൊരാളാണ്. അതാരാണ്? നോക്കിക്കോ. എടാ, പ്ലാന്റ് ഫീമെയിൽ ഫ്ലവർ എടുത്താൽ അവരുടെ ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഒരു സെല്ലുണ്ട്. അതിൻ്റെ പേരാ മെഗാസ്പോർ മദർ സെൽ. ഈ മെഗാസ്പോർ മദർ സെൽ MMC എന്നൊക്കെ നമ്മൾ വിളിക്കും കേട്ടോ. ഡിപ്ലോയിഡ് സെല്ല. ഇതിൽ മിയോസിസ് നടക്കും. 4 സെൽ ഉണ്ടാകും. ഈ 4 സെല്ലിലെ ഓരോന്നിൻ്റെ പേരെന്താണെന്നറിയാമോ?
ഓരോന്നിനും വിളിക്കുന്ന പേര് മെഗാസ്പോർസ് എന്നാ വിളിക്കുക. 4 മെഗാസ്പോറിൽ 3 ചത്തുപോകും, ഡീജനറേറ്റ് ആകും, 3 നശിച്ചു പോകും. മിച്ചമുള്ള 1 മാത്രമേ ആക്റ്റീവ്. അതിന്റെ പേരെന്താ മക്കളെ? ഫങ്ഷണൽ മെഗാസ്പോർ എന്നാ വിളിക്കുക. ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ അടുപ്പിച്ച് 3 മൈറ്റോസിസ് നടക്കും. കേട്ടോ 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 ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ അടുപ്പിച്ച് 3 മൈറ്റോസിസ് നടക്കും. എന്നിട്ടാണ് മക്കളെ നമുക്ക് എന്ത് കിട്ടുക? മെച്യൂർ എംബ്രിയോസാക്ക് കിട്ടുക. MMC മിയോസിസ് നടന്നു, 4 സെല്ലുണ്ടായി, 3 ചത്തുപോയി, 1 മാത്രം ജീവിച്ചു. ആ ജീവിക്കുന്ന മെഗാസ്പോറിന്റെ പേരെന്താ? ഫങ്ഷണൽ മെഗാസ്പോർ. അവനെ ഇനി ഫങ്ഷൻ ചെയ്യാൻ പോണ്ടേ. ആ ഫങ്ഷണൽ മെഗാസ്പോറിൽ അടുപ്പിച്ച് 3 മൈറ്റോസിസ് നടന്നു. അടുപ്പിച്ച് 3 മൈറ്റോസിസ് നടക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ കാണുന്ന ഈ എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. ഇവിടെ ഇരിക്കുന്ന 3 സെല്ലിന്റെ പേര് ആന്റിപോഡൽസ്, ആപ്ലോയിഡ. നടുക്കുള്ള വലിയ സെല്ലിന്റെ പേരെന്താ? അതാണ് സെൻട്രൽ സെൽ. അതിലെ 2 ന്യൂക്ലിയസിന്റെ പേര് പോളാർ ന്യൂക്ലിയേ. സെൻട്രൽ സെല്ലാണ് ഡിപ്ലോയിഡ്. എംബ്രിയോസാക്കിലെ എല്ലാ സെല്ലും ആപ്ലോയിഡ, സെൻട്രൽ സെൽ ഒഴികെ. സെൻട്രൽ സെല്ല് മാത്രമാ മക്കളെ, സെൻട്രൽ സെല്ല് മാത്രമാ മക്കളെ ഡിപ്ലോയിഡ് സെൽ. ഇനി ഇത് കാണുന്ന ആരാ? സിനർജിഡ്. ഇതാരാ? സിനർജിഡ്. ഇതാരാ? എഗ്. എഗ്ഗിനെ സിനർജിഡ്സിനെ ചേർത്ത് എന്താ വിളിക്കുക? എഗ് അപ്പാരറ്റസ് എന്നാ വിളിക്കുക. സിനർജിഡ്സിലുള്ള തിക്കനിങ്ങിന്റെ പേരെന്താ? ഫില്ലിഫും അപ്പാരറ്റസ്. എന്താ ഫിലിഫോ അപ്പാരറ്റസിന്റെ പണി? പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ചാപ്റ്റർ ഐശ്വര്യമായിട്ട് നമ്മൾ പഠിച്ച ചാപ്റ്ററാ. വേഗം വേഗം ഞാൻ പോവാണ്, കാരണം കുറേ ക്വസ്റ്റ്യൻ നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം തന്നെ പഠിച്ചു പോവാ ഞാൻ പറയുന്നത് കേട്ടോ. മനസ്സിലാകാത്തതിൻ്റെ ബാക്കെടുത്ത് പഠിച്ചു പോവാ. പഠിക്കണേടാ, കുറേ എഫേർട്ട് ഇടുന്നുണ്ട് എൻ്റെ മക്കൾ, പഠിക്കണേ. അടുത്ത പോളിനേഷൻ എന്താ? ആന്ത്രയിൽ പോളിംഗ്രൈൻ സ്റ്റിഗ്മയിലേക്ക് പോകുന്നു, അതാണ് പോളിനേഷൻ. 3 ടൈപ്പ് ഏതൊക്കെ? ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. ഏറ്റവും കൂടുതൽ പ്ലാന്റിന് ഇഷ്ടം ഏതാ? സീനോഗമിയാ. ക്രോസ് പോളിനേഷനാ. കാരണം അതേ വേരിയേഷൻ ഉണ്ടാക്കൂ, അതേ വ്യത്യസ്തതയുള്ള കുട്ടികളെ ഉണ്ടാക്കാറുള്ളൂ. അടുത്തത് മക്കളെ, ക്ലീഷോഗമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് അഷ്വേർഡ് സീഡ് സെറ്റ്. അഷ്വർ എന്ന് പറഞ്ഞാൽ എപ്പോഴും, ഉറപ്പായും സീഡ് സെറ്റ് ചെയ്യും. ക്ലീഷോഗ്യാമസ് ഫ്ലവർ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും സീഡ് കാണും. അത് ഉറപ്പായിട്ടും സീഡ് ഉണ്ടാക്കും. കാരണം എന്താ? അതാണ് ചോദ്യം. അഷ്വർ ചെയ്യാന്ന് പറഞ്ഞാൽ ഉറപ്പായും സീഡ് സെറ്റ് ചെയ്യും. അവർ ഉറപ്പായിട്ടും സീഡിനെ ഉണ്ടാക്കും. കാരണം എന്താണെന്നറിയാമോ? അത് ക്ലോസ്ഡ് ഫ്ലവേഴ്സാ. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്താ? എപ്പോഴും ഓപ്പണാ. ക്ലീഷോഗ്യാമസ് ഫ്ലവേഴ്സ് എന്താ? എപ്പോഴും ക്ലോസ്ഡാ. ഈ ക്ലോസ് ആയിരിക്കുമ്പോൾ ഉപകാരം എന്താ? ഈ ചാസ്മോ ആയിക്കോട്ടെ ക്ലീഷോ ആയിക്കോട്ടെ ബൈസെക്ച്വൽ ഫ്ലവേഴ്സാ. അപ്പൊ ഈ ആന്ത്രയിൽ നിന്ന് വരുന്ന പോളൻഗ്രെയിനെ ക്ലോസ് ആയ കാരണം വെളിയിലേക്കൊന്നും പോകൂല. ആന്ത്രയിൽ നിന്ന് വരുന്ന പോളൻഗ്രെയിൻ എപ്പോഴും മുകളിൽ തട്ടി ഈ സിഗ്മയിൽ വീഴും. പോളൻ ട്യൂബ് ഉണ്ടാകും, ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കും, സൈഗോട്ട് ആകും, എംബ്രിയോ ആകും, എംബ്രിയോ പിന്നെ സീഡ് ആകും. എപ്പോഴും ക്ലോസ്ഡ് അല്ലേ? ക്ലോസ്ഡ് ആയ കാരണം പോളൻഗ്രെയിൻസ് വെളിയിലേക്ക് പോകൂല. നേരെ മുകളിൽ തട്ടി സിഗ്മയിൽ വീണ് ബാക്കി ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് സീഡ് ഉണ്ടായിക്കോളും. ക്ലോസ് ആയിരിക്കുന്ന കാരണം പോളൻഗ്രെയിൻ വേസ്റ്റ് ആകാറില്ല, പുറത്തേക്ക് പോയി വേസ്റ്റ് ആകൂല. പോളൻഗ്രെയിൻസ് നേരെ സിഗ്മയിൽ പോയി വീണ് എപ്പോഴും ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡ് ഉണ്ടാകും. അതുകൊണ്ട് ക്ലീഷോഗ്യാമസ് എടുത്താൽ ആ ഫ്ലവർ നിങ്ങൾ തുറന്നാൽ എപ്പോഴും സീഡ് കാണും. കാരണം അത് ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് കൂടുതൽ ഓട്ടോഗമി നടക്കും, അവിടെ കൂടുതൽ സീഡുകൾ ഉണ്ടാവും. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും പരീക്ഷയ്ക്കുണ്ട്. ഇത് ഞാൻ കണ്ടത് 2023 ക്രിസ്മസ് എക്സാമിന് വന്ന ടൈപ്പാണ് കേട്ടോ. ഇത് ശ്രദ്ധിച്ചോ മക്കളെ. ഇതിലേതാണ്? അനിമോഫിലി എന്ന് പറഞ്ഞാൽ വിൻഡ് പോളിനേഷൻ, ഹൈഡ്രോഫിലി വാട്ടർ, എൻഡമോ ഇൻസെക്ട്, സിംഗിൾ ഒവ്യൂൾ ഓവറി വിൻഡാണ്, സിക്കി പോളൻഗ്രെയിൻ ഇൻസെക്ട് ആണ്. പോളൻഗ്രെയിൻസ് മ്യൂസിലേജിനസ് കവറിംഗ് ഉള്ളത് ഏതാ? മ്യൂസിലേജിനസ് കവറിംഗ് റിബൺ ഷേപ്പ് പോളൻ. ഇത് 2 വാട്ടറിന്റെ പ്രത്യേകതയാണ്. സേമൻ തുറന്നിരിക്കണം, കാറ്റിനെ എടുത്തുകൊണ്ട് പോകാൻ. എക്സ്പോസ്ഡ് സേമൻ. കളർഫുൾ ഫ്ലവർ. കളർഫുൾ ആരാ? ഇൻസെക്ട് വരാൻ വേണ്ടിയല്ലേ കളറാക്കുന്നത്, തേനൊക്കെ വരുന്നത് ഇൻസെക്ട് ആണ്. ലൈറ്റ് പോളൻഗ്രെയിൻ വിൻഡ്. 1.5 കിലോ ഭാരമുള്ള പോളൻഗ്രെയിൻ എടുത്തുകൊണ്ട് പോകാൻ കാറ്റിന് പറ്റൂല, ചെറിയ പോളൻഗ്രെയിൻ ആയിരിക്കണം. ഓക്കെ അല്ലേ മക്കളെ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാർ ഇഷ്ടപ്പെട്ട 2 പ്ലാന്റിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇതിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? 7 സ്റ്റെപ്പ് ഉണ്ട്. ആക്ച്വലി 7 സ്റ്റെപ്പ് ഉണ്ട്. അതൊന്നും പഠിക്കണ്ട, ഈ 2 സ്റ്റെപ്പ് പഠിച്ചാൽ മതി മക്കളെ. ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. പറ്റുമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ പഠിച്ചു വെച്ചോ, റീബാഗിങ്. ഇമാസ്കുലേഷന്, ബാഗിങ്, 3ാമത്തെ വേണമെങ്കിൽ പഠിച്ചു വെച്ചോ, റീബാഗിങ്. ഈ 3ാമത്തെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി 2 എന്തായാലും എഴുതണം. എന്താ ഇമാസ്കുലേഷൻ? ഒരു ബൈസെക്ച്വൽ ഫ്ലവർ. ആന്തറും സിഗ്മയും 2ഉം ഉള്ളതാണല്ലോ ബൈസെക്ച്വൽ ഫ്ലവർ. ബൈസെക്ച്വൽ ഫ്ലവറിൽ ഓട്ടോഗമി നടക്കാൻ പാടില്ല. ബൈസെക്ച്വൽ ഫ്ലവറിൽ ഓട്ടോഗമി നടക്കാതിരിക്കാൻ നമ്മൾ അതിൽ നിന്ന് ആന്തറിനെ മുറിച്ചു മാറ്റും, ആന്തറിനെ റിമൂവ് ചെയ്യും. ആന്തറിനെ, ഒരു ബൈസെക്ച്വൽ ഫ്ലവറിൽ നിന്ന് ആന്തറിനെ മുറിച്ചു മാറ്റുന്നതിന് വിളിക്കുന്ന പേരാണടാ ഇമാസ്കുലേഷൻ. എന്താ വിളിക്കുക? ഉറക്കെ പറ. ഇമാസ്കുലേഷൻ. എടാ കൂടെ പഠിച്ചു വരണേ. ഒരു ബൈസെക്ച്വൽ ഫ്ലവറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കുന്നത് സമയം എത്ര ആയി എന്നാണ്. കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്കൊക്കെ പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, സമയം കുറച്ച് തന്നെ വേഗം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നതല്ല. നിങ്ങൾ PDF വേഗം വരും, ഗ്രൂപ്പിൽ എടുത്ത് വെച്ച് പഠിച്ചോണം. ഇമാസ്കുലേഷൻ എന്താ സാറേ? ഒരു ബൈസെക്സ് ഫ്ലവറിൽ സെൽഫ് പോളിനേഷൻ നടക്കാൻ പാടില്ല. സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ എന്താ ആന്തറിനെ അങ്ങ് മുറിച്ച് കളയാ. ആന്തറിനെ മുറിക്കുന്ന പരിപാടിൻ്റെ പേരാണ് സാറേ ഇമാസ്കുലേഷൻ. ഈ ആന്തർ മുറിച്ച് കളഞ്ഞു. ഇപ്പം എന്തുണ്ട് ഈ ഫ്ലവറിൽ? ഇപ്പം ഈ ഫ്ലവറിൽ സിഗ്മ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ഫ്ലവറിൽ ആര് മാത്രമേ ഉള്ളൂ സാറേ? ഇപ്പം ഈ ഫ്ലവറിൽ സിഗ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് ഒന്നും വീഴാതിരിക്കാൻ നമ്മൾ ഈ ഫ്ലവറിനെ ബട്ടർ പേപ്പർ വെച്ച് മൂടി വെക്കും. ബട്ടർ പേപ്പർ വെച്ച് മൂടുന്നതിൻ്റെ പേരാണ് ബാഗിങ്. എന്താ വിളിക്കുക? ബാഗിങ്. മൂടി വെക്കും. എന്നിട്ട് ഈ മൂടി തുറന്നിട്ട് നമുക്ക് വേണ്ട പോളൻ ഗ്രെയിൻസിനെ സിഗ്മയിലേക്ക് ഇട്ട് കൊടുക്കും. വേറെ ഒരു പോളൻ ഗ്രെയിനും വീഴാൻ പാടില്ല. നമുക്കിഷ്ടമുള്ള പോളൻ ഗ്രെയിൻ മാത്രമേ സിഗ്മയിൽ വീഴാൻ പാടുള്ളൂ. സിഗ്മയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെക്കും. വീണ്ടും അടച്ചു വെക്കുന്നതിൻ്റെ പേരാണ് സാർ റീബാഗിങ്. ഇമാസ്കുലേഷൻ പറഞ്ഞാൽ ആന്തർ കളയുക, ബാഗിങ് എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക ബട്ടർ പേപ്പർ വെച്ച്. ബട്ടർ പേപ്പർ വില കുറവായണ്ടാട്ടോ അത് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ബട്ടർ പേപ്പർ ഉപയോഗിക്കാൻ ചോദിക്കരുത്. അടുത്തെന്താ? റീബാഗിങ്. പിന്നെ എന്താ? വീണ്ടും മൂടി വെക്കുന്നതിൻ്റെ പേര് റീബാഗിങ്. ഡൈക്കോട്ട് മോണോക്കോട്ട് എംബ്രിയോ, ഇതിന്റെ ചിത്രം എപ്പോഴും ചോദിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഡൈക്കോട്ട് എംബ്രിയോൻ്റെയാ. ഈ ഭാഗം എന്താ? 2 കോട്ടിലിടൻ. ഈ ഭാഗത്തിന്റെ പേര് പ്ലിമ്യൂൾ. താഴ്ഭാഗത്തിന്റെ പേര് റാഡിക്കൽ. റാഡിക്കലിന്റെ കവറിങ്ങിന്റെ പേര് റൂട്ടിക്യാപ്. ഈ റീജിയന്റെ പേര് ഹൈപ്പോക്കോട്ടയിൽ. നോക്കി വെക്കണം കേട്ടോ. ഇതെന്താ മക്കളെ? മോണോക്കോട്ടിൽ ഒറ്റ കോട്ടറിനെ ഉള്ളൂ. മോണോക്കോട്ടിൽ ഒറ്റ കോട്ടർ. വെരി വെരി കിങ്ങിണി, വെരി വെരി കിങ്ങിണി. മോണോക്കോട്ടിൽ ഒറ്റ കോട്ടറിനെ ഉള്ളൂ. ആ കോട്ടറിന്റെ പേരെന്താ? സ്ക്യൂട്ട്. സ്ക്യൂട്ട് സ്ക്യൂട്ടെല്ലാം ഓർത്ത് വെച്ചോ. സ്ക്യൂട്ടെല്ലാം. ഓക്കെ, ഇതെന്താ? ഷൂട്ടപ്പെക്സ്. ഷൂട്ടപ്പെക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെ? പ്ലിമ്യൂള്. പ്ലിമ്യൂളിന് ഒരു കവറിങ് ഉണ്ട്, കോളിയോപ്റ്റൈൽ. ആ കോളിയോപ്റ്റൈലും കോളിയോറൈറ്റ്സും ഒന്നും ഇവിടെ കാണില്ല, ഡൈക്കോട്ടിലില്ല. പ്ലിമ്യൂളിന്റെ കവറിങ്ങിന്റെ പേര് കോളിയോപ്റ്റൈൽ. റാഡിക്കലിന്റെ കവറിങ്ങിന്റെ പേര് കോളിയോറൈസ. കോളിയോപ്റ്റൈൽ ആൻഡ് കോളിയോറൈസ ഓർത്ത് വെച്ചോ. കോളിയോപ്റ്റൈൽ ആൻഡ് കോളിയോറൈസ ഓർത്ത് വെക്കണേ മക്കളെ. ആ കോളിയോപ്റ്റൈലും കോളിയോറൈസൊക്കെ ഇവിടെ കാണുള്ളൂ. 2 കോട്ടിടൻ ഇവിടെ കാണുള്ളൂ. ഇവിടെ ഒറ്റ കോട്ടറിനെ ഉള്ളൂ. അതിൻ്റെ പേരെന്താ? സ്ക്യൂട്ടെല്ലാം. ഇതാണ് മക്കളെ സൈഗോട്ട് എംബ്രിയോ ആകുന്ന സ്റ്റേജുകൾ. സൈഗോട്ട് ആദ്യം എന്താകും മക്കളെ? പ്രോ എംബ്രിയോ. പ്രോ എംബ്രിയോ. പിന്നെന്താകും? ഗ്ലോബുലാർ എംബ്രിയോ. പിന്നെന്താകും? ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. പിന്നെ ഉണ്ടാകുന്ന എംബ്രിയോന്റെ പേര് മെച്ചുവർ എംബ്രിയോ. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്ചുവർ എംബ്രിയോ. ഓക്കെ, ഫോൾസ് ആൻഡ് ട്രൂ ഫ്രൂട്ട് നമ്മൾ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? എന്താ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടോ, ആ ഫ്രൂട്ട് ഓവറിൽ നിന്ന് ഉണ്ടായെന്നിരിക്കട്ടെ. ഓവറി വലുതായിട്ടുണ്ടായ ഫ്രൂട്ടിന്റെ പേരെന്താ സാറേ? ട്രൂ ഫ്രൂട്ടാ. എൻ്റെ പൊന്നു മക്കളെ, ഒരു ഫ്രൂട്ട് ഓവറിൽ നിന്നാണ് ഉണ്ടായത് എങ്കിൽ അതെന്താ? ട്രൂ ഫ്രൂട്ടാ. ചില ഫ്രൂട്ടുകൾ ഉണ്ടല്ലോ ഓവറി മാത്രം വലുതായാലും ഉണ്ടാകില്ല. ഓവറിൻ്റെ ഒപ്പം അതർ പാർട്സ് ഉദ്ദേശിക്കുന്ന തലാമസ. ഓവറിൻ്റെ ഒപ്പം ബാക്കി ചില ഭാഗങ്ങൾ കൂടെ വലുതായാലേ ആ ഫ്രൂട്ട് ഉണ്ടാകുള്ളൂ. ഓവറി മാത്രം വലുതായാലുണ്ടായാൽ ട്രൂ ഫ്രൂട്ട്. ഓവറിൻ്റെ ഒപ്പം വേറെ ഭാഗങ്ങൾ കൂടി വലുതായാലുണ്ടായാലെന്താ? ഫോൾസ് ഫ്രൂട്ട് എന്നാ വിളിക്കുക. ട്രൂ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് പി. ട്രൂ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് പി എന്നാ വിളിക്കുക. ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ഏതൊക്കെ? കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി. ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആരൊക്കെയാ? കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി. കാശെന്ന് ഓർത്താൽ മതി, ഓർക്കാൻ പാടില്ലല്ലോ. കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി എന്തിന് എക്സാമ്പിളാ സാറേ? ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളാ. ഓവറിൽ നിന്ന് വലുതായാൽ ട്രൂ ഫ്രൂട്ട്. ഓവറിൻ്റെ ഒപ്പം തലാമസ് കൂടി വലുതായാലുണ്ടായല്ല ഫോൾസ് ഫ്രൂട്ട് എന്നാ വിളിക്കുക. എന്താണ് പാർത്തനോകാർപ്പി ഫ്രൂട്ട്? എടാ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്നതാണ് പാർത്തനോകാർപ്പി ഫ്രൂട്ട്. എക്സാമ്പിൾ ബനാന. ഇതെങ്ങനെ നടക്കുക? നിങ്ങൾ ഓവറിയിലേക്ക് ഹോർമോൺ അപ്ലൈ ചെയ്താൽ മതി. ഓക്സിന്, ഗിബർലിക് ആസിഡ്, അതേപോലുള്ള ഹോർമോൺ അപ്ലൈ ചെയ്താൽ ഓവറി ഫെർട്ടിലൈസേഷൻ വേണ്ടി കാത്തു നിൽക്കില്ല, വേഗം ഫ്രൂട്ട് ആയിക്കോളും. അപ്പോൾ എങ്ങനെയാണ് സാറേ ഫെർട്ടിലൈസേഷൻ ഇൻഡ്യൂസ് ചെയ്യുക? ബൈ അപ്ലൈയിങ് ഹോർമോൺ. ഹോർമോൺ തളിക്കുമ്പം ഓവറി നേരെ എന്തായിക്കോളും? ഫ്രൂട്ടായി മാറിക്കോളും. അടുത്തത് സാർ, എന്താണ് പോളി എംബ്രിയോണി? പോളി എംബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സീഡിൽ തന്നെ കുറേ എംബ്രിയോ. ഇതിനുള്ള റീസൺ എന്താ? എക്സാമ്പിൾ എന്താ? ഒന്നുമില്ല മക്കളെ, നോക്ക്. ഇതാണ് സീഡ്. ഈ കാണുന്ന സീഡ് ിരിക്കട്ടെ. സീഡിന്റെ ഉള്ളിലുള്ള ഭാഗത്തിന്റെ പേരെന്താ? എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിൽ ആരുണ്ട്? ഒരു എംബ്രിയോ ഉണ്ട്. എംബ്രിയോ ഇരിക്കുന്ന സാക്കിന്റെ പേരാണ് എംബ്രിയോ സാക്ക്. അതാറ് ഉള്ളിലെ കാണാം? സീഡിന്റെ ഉള്ളിലെ കാണാം. ഈ എംബ്രിയോ സാക്കിന്റെയും സീഡ് കോട്ടിന് ഇടയ്ക്ക് കുറെ സെല്ലുകളുണ്ട്. ആ സെല്ലുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ന്യൂസില്ലസ്. ഒവ്യൂളിൽ കാണുന്ന അതേ ന്യൂസില്ലസ് ആണ് കേട്ടോ. ഇതാണ് എംബ്രിയോ സാക്ക്, ഇതാണ് സീഡ്. അതിനിടയ്ക്ക് കാണുന്ന സെല്ലിന്റെ പേര് നമ്മൾ എന്താ വിളിക്കുക? ന്യൂസിലസ് എന്നാ വിളിക്കുക. മക്കളെ ശ്രദ്ധിച്ചോ, നോർമലി ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു എംബ്രിയോ ഉണ്ട് സീഡിൻ്റെ ഉള്ളിൽ. സൈഗോട്ട്, മെയിൽ ഗേമേറ്റ്, ഫീമെയിൽ ഗേമേറ്റ് കൂടി ചേർന്ന ഒരു എഗ് ഉണ്ട്. ഓൾറെഡി ഒരു എംബ്രിയോ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ അറിയോ? ഈ സൈഡിൽ കാണുന്ന സെല്ലുകളുടെ പേരെന്താ? ഇതിൻ്റെ പേര് ന്യൂസിലസ് അല്ലേ? ചില ന്യൂസിലസ് സെല്ലുകൾ ഗ്രോ ചെയ്യും.
ഗ്രോ ചെയ്ത് എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് കയറും. എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവരെന്തായിട്ട് ആക്ട് ചെയ്യും? എംബ്രിയോ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാരാ സാറേ? ന്യൂസിലസാ. ഈ ന്യൂസിലസ് സെല്ല് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊട്രൂഡ് എന്നാണ് വിളിക്കുക. ചില ന്യൂസിലാർ സെല്ലുകൾ ഗ്രോ ചെയ്ത് എംബ്രിയോ സാക്കിലേക്ക് കയറി വരും, എംബ്രിയോ സാക്കിലേക്ക് തള്ളി വരും, പ്രൊട്രൂഡ് ചെയ്ത് വരും. ഈ പ്രൊട്രൂഡുകളെ വിളിക്കുന്ന പേര്, ഈ പ്രൊട്രൂഡുകൾ എന്തായിട്ട് ആക്ട് ചെയ്യും? എംബ്രിയോ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നോക്ക്, നോർമലി ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു എംബ്രിയോ ഉണ്ട്. പിന്നെ എംബ്രിയോകൾ ഏതൊക്കെയാ? ഈ സൈഡിലുള്ള ന്യൂസിലാർ സെല്ല് ഗ്രോ ചെയ്ത് എംബ്രിയോ സാക്കിലേക്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? എംബ്രിയോ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് നോർമൽ എംബ്രിയോ. ഇതൊക്കെ ന്യൂസിലാർ സെല്ലുകൾ തന്നെ, പക്ഷേ എംബ്രിയോ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര എംബ്രിയോ ആയി? 4 എംബ്രിയോ ആയി. ഒരു സീഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ്റെ പേരെന്താ? പോളി എംബ്രിയോണി. ഒരു സെല്ലിൽ തന്നെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താ? പോളി എംബ്രിയോണി. അപ്പോൾ പോളി എംബ്രിയോണിക്ക് കാരണം എന്താ? എൻലാർജ്മെന്റ് ഓഫ് ന്യൂസിലാർ സെൽ അല്ലെങ്കിൽ പ്രൊട്രൂഷൻ ഓഫ് ന്യൂസിലാർ സെൽ. സാറേ, എംബ്രിയോ സാക്കിൽ നോർമലി ഒരു എംബ്രിയോ ഉണ്ട്, അത് സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടായതാ. ഇതിൻ്റെ സൈഡിൽ കാണുന്ന സെല്ലുകൾ ആരാ? ന്യൂസിലസാ. ഈ ന്യൂസിലാർ സെല്ല് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ സാക്കിലേക്ക് വരും. എന്നിട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? എംബ്രിയോ. ഈ ന്യൂസിലാർ സെല്ല് ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? എംബ്രിയോ. ഈ ന്യൂസിലാർ സെല്ല് ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? എംബ്രിയോ. ഇപ്പോൾ എംബ്രിയോ സാക്കിൽ എത്ര എംബ്രിയോ ഉണ്ട്? 4 എംബ്രിയോ. ഒരു എംബ്രിയോ സാക്കിൽ അല്ലെങ്കിൽ ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താ? പോളി എംബ്രിയോണി എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ സീഡ് എടുത്തു കഴിയുമ്പോൾ സീഡിൻ്റെ ഉള്ളിൽ കാണുന്ന ന്യൂസിലാർ സെല്ലുകൾ ഉണ്ടല്ലോ, സീഡിൻ്റെ ഉള്ളിൽ കാണുന്ന ന്യൂസിലാർ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. ബ്ലാക്ക് പെപ്പറിലും ബീറ്റ്റൂട്ടിലൊക്കെ കാണുക, പെരിസ്പേം എന്നാണ് വിളിക്കുക. റെമിനൻസ് എന്ന് പറഞ്ഞാൽ അവശേഷിപ്പുകൾ. റെമിനൻസ് ഓഫ് ന്യൂസിലസ് ഇൻ സീഡ്. ഒരു സീഡ് എടുക്കുമ്പം ഇതാണ് എംബ്രിയോ സാക്ക്, ഇതിൻ്റെ ഉള്ളിലാണ് എംബ്രിയോ കാണുക മക്കളെ. സൈഡിലുള്ള സെല്ലിൻ്റെ പേരെന്താ? ന്യൂസിലസ് എന്നാണ് വിളിക്കുക. ഈ ന്യൂസിലാർ സെല്ലുകളുടെ അവശിഷ്ടങ്ങളെ സീഡിൽ കാണുന്ന എംബ്രിയോ സാക്ക് സീഡ് കോട്ടിനും ഇടയ്ക്ക് കാണുന്ന ന്യൂസിലാർ സെല്ലുകളുടെ അവശേഷിപ്പുകളെ വിളിക്കുന്ന പേരെന്താ? റെമിനൻസ് എന്ന് പറയാം. അവശേഷിപ്പുകളെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. ഒരു സീഡ് എടുത്താൽ നിങ്ങൾക്ക് ന്യൂസിലാർ സെല്ലിന്റെ അവശിഷ്ടങ്ങൾ കാണാം. അവശിഷ്ടങ്ങളുടെ പേരാണ് പെരിസ്പേം. ഈ അവശിഷ്ടങ്ങൾ ചിലപ്പം വളർന്നിട്ട് എംബ്രിയോ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം കണ്ടീഷൻ്റെ പേര് പോളി എംബ്രിയോണി. അപ്പോഴത്തെ കണ്ടീഷൻ്റെ പേരെന്താ? പോളി എംബ്രിയോണി എന്ന് വിളിക്കാം മക്കളെ. ഈ എക്സാം ഒന്നും അല്ല നമുക്ക് മെയിൻ. ക്രിസ്മസ് എക്സാം അല്ല മെയിൻ, ഓണം എക്സാമും മോഡൽ എക്സാമും ഒന്നല്ല മെയിൻ. നമ്മുടെ മെയിൻ എക്സാമാണ്. മാർച്ചിലെ മെയിൻ എക്സാമിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല പോലെ പഠിച്ചു പോയിരുന്ന മാർക്ക് വാങ്ങിച്ച് എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമയം കഴിഞ്ഞിട്ടില്ല. യു ക്യാൻ ജോയിൻ അവർ ബൂസ്റ്റർ ബാച്ച്. ബൂസ്റ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. 1999 രൂപയാണ്. 1999 രൂപയുള്ളൂ. ഒരു എന്താ പറയുക, ഒരു ഷർട്ടും പാൻറ്റും എടുക്കുന്ന പൈസ ഉള്ളൂ. നിങ്ങൾക്ക് സകലതും പഠിക്കാൻ പറ്റും. പഠിക്കണം, എവിടെ ആയിരുന്നാലും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഈ പൈസ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കിലേക്കല്ല ഈ ബാച്ചിലേക്ക് കയറാം, പഠിക്കാം. ഫ്രീ നോട്ട്സ് ആണ്, മെൻറ്റേഴ്സ് ഉണ്ട്, പ്രത്യേക ഡൗട്ട്സ് ക്ലിയറൻസിന് വാട്സാപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മെൻറ്റേഴ്സ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ ബാച്ച് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് എത്തും, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഞങ്ങളുടെ തന്നെ വീഡിയോസാണ് കിട്ടുക. അത് +1 ഇമ്പ്രൂവ്മെൻറ്റ് ഫ്രീ ക്ലാസ്സുമാണ്. ഫ്രീ ക്ലാസ്സുമാണ്. ജോയിൻ ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇനി ഓർഗാൻസ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പാടാം. ഏതൊക്കെയാ സാറേ പോപ്പുലേഷൻ്റെ അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ? ഒരു പോപ്പുലേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഈ 5 എണ്ണം പഠിച്ചു വെച്ചോ. പോപ്പുലേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇതൊക്കെയാണ് ഒരു പോപ്പുലേഷൻ്റെ അട്രിബ്യൂട്ട്സ്. എന്തെന്ന് അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ? പ്രോപ്പർട്ടീസ്. ഓക്കെ, അടുത്തത് ഈ 3 ഗ്രാഫ് കുറേ നാളായി ചോദിച്ചിട്ട് ചോദ്യം വരും. ഈ 3 ഗ്രാഫ് കഴിഞ്ഞ ക്രിസ്മസ് എക്സാം, മെയിൻ എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ല, വരാൻ ചാൻസ് ഉണ്ട്. 3 ടൈപ്പ് പോപ്പുലേഷൻ. ഇതെന്താണ്? എക്സ്പാൻഡിങ്. ഈ ഗ്രാഫ് തന്നിട്ട്, ഈ പിരമിഡ് തന്നിട്ട് ചോദിക്കുമ്പോൾ ഏത് ടൈപ്പ് പോപ്പുലേഷൻ ആണ്? എക്സ്പാൻഡിങ്, വളർന്നുകൊണ്ടിരിക്കുന്ന പോപ്പുലേഷൻ. ഇത് എന്നാൽ ഏതാ? സ്റ്റേബിൾ, നിശ്ചലമായിട്ട് പോകുന്ന പോപ്പുലേഷൻ, ഒരു കുഴപ്പമില്ല. ഡിക്ലൈനിങ്, താഴോട്ട് പോകുന്ന പോപ്പുലേഷൻ. 3 ടൈപ്പ് പോപ്പുലേഷൻ്റെ പേര് എഴുതണം. എക്സ്പാൻഡിങ് പോപ്പുലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. അവിടെ എന്താ? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർ കൂടുതലാണ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എണ്ണം കൂടുതലാണ്. അവിടെ എന്താ സ്റ്റേബിളിൻ്റെ പ്രത്യേകത? പ്രീ റീപ്രൊഡക്റ്റീവിലുള്ളവരും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരും സെയിം നമ്പർ എണ്ണമായിരിക്കും സ്റ്റേബിൾ പോപ്പുലേഷനിൽ കാണാം. ഡിക്ലൈനിങ്ങിൻ്റെ പ്രത്യേകത എന്താ? റീപ്രൊഡക്റ്റീവിലുള്ള ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. പ്രീ റീപ്രൊഡക്റ്റീവിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയാൽ എക്സ്പാൻഡിങ്.
റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയാൽ ഡിക്ലൈൻ ചെയ്യും. പ്രീ റീപ്രൊഡക്റ്റീവിലുമുള്ള ആൾക്കാരുടെ എണ്ണം സെയിം ആണെങ്കിൽ സ്റ്റേബിൾ പോപ്പുലേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? 3 ടൈപ്പ് പോപ്പുലേഷൻ, 3 പിരമിഡ്, 3 ഷേപ്പുള്ള പിരമിഡ് പഠിക്കണം. അത് ഏത് ടൈപ്പ് പോപ്പുലേഷൻ ആണെന്ന് പഠിക്കണം. ആ പോപ്പുലേഷനിലെ ആൾക്കാരുടെ എണ്ണത്തെക്കുറിച്ചും പഠിക്കണം. ഓക്കെ, അടുത്ത പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൺ ടൈം. ഒരു പോപ്പുലേഷൻ എടുത്തു, ആ പോപ്പുലേഷനിൽ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ, 1 മീറ്റർ സ്ക്വയർ എത്ര ആൾക്കാരുണ്ട്? ഒരു പോപ്പുലേഷൻ്റെ യൂണിറ്റ് ഏരിയയിൽ എത്ര ആൾക്കാരുണ്ട് അത് അളക്കുന്നതാണ് മക്കളെ പോപ്പുലേഷൻ ഡെൻസിറ്റി. എങ്ങനെയൊക്കെ അളക്കാം? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ, കൗണ്ടിങ് ദ നമ്പർ. 10 പേരുണ്ടെങ്കിൽ 1 2 3 10 പേരെന്ന് എണ്ണിയാൽ മതി. അല്ലെങ്കിൽ കോളനി, ബാക്ടീരിയകളുണ്ടല്ലോ, ബാക്ടീരിയൻ്റെ പോപ്പുലേഷൻ 1 2 3 പറഞ്ഞാൽ എണ്ണാൻ പാടാ, കാരണം ബാക്ടീരിയകൾ ചെറുതാണല്ലോ. അപ്പോൾ ബാക്ടീരിയൻ്റെ കോളനിയാണ് എണ്ണ. അവിടുത്തെ മെത്തേഡ് എന്താ? പോപ്പുലേഷൻ ഡെൻസിറ്റി അളക്കാനുള്ള മെത്തേഡ് എന്താ? ബാക്ടീരിയ പോപ്പുലേഷനിൽ കോളനീൻ്റെ എണ്ണം നോക്കിയാൽ മതി, കൗണ്ടിങ് ദ കോളനി. അടുത്ത പഗ് മാർഗൻ ഫീക്കൽ പെല്ലറ്റ്സ്. ഇതെവിടെയാണെന്ന് അറിയാമോ? ടൈഗർ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി എടുക്കാനാണ്. ടൈഗർ ഒരു പോപ്പുലേഷനായിട്ട് ജീവിക്കുക, ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാൽപാദങ്ങൾ, പഗ് മാർഗൻ എന്ന് പറഞ്ഞാൽ ഫുട് പ്രിന്റ്, അതിൻ്റെ എണ്ണം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഫീക്കൽ പെല്ലറ്റ്സ്, അവരുടെ മലം പുറത്ത് പോകുമ്പോൾ ഉള്ള രൂപം. മലം പുറത്ത് കുറേ പറയാൻ പറ്റൂല, അതാണ് ഫീക്കൽ പെല്ലറ്റ്സ് എന്ന് വിളിക്കുക. മലം പുറത്ത് പോകുന്നത് ഫീക്കൽ പെല്ലറ്റായിട്ടാണ്. ആ പെല്ലറ്റിൻ്റെ എണ്ണം എണ്ണിയാൽ മതി. നിങ്ങൾ എണ്ണിക്കോ, ടൈഗറിൻ്റെ സെൻസസ് കിട്ടും. ഓക്കെ, അതൊക്കെ എണ്ണാൻ ആൾക്കാരുണ്ട് മക്കളെ. ഇതൊക്കെ സയൻറ്റിസ്റ്റുകളൊക്കെ ഇതിൻ്റെ പിന്നാലെയല്ലേ. പഗ് മാർക്ക് ഫീക്കൽ പെല്ലറ്റ്സ് വഴി ടൈഗറിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എടുക്കാം. ഏരിയ കവർ, എത്ര ഏരിയയിൽ കവർ ചെയ്ത് നിൽക്കുന്നു എന്നതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കാം. ഏതിൻ്റെയാ? ബെന്യൻ ട്രീ. ചോദിക്കൂട്ടോ, ബെന്യൻ ട്രീൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെയാണ് അളക്കുക? ഏരിയ എത്ര കവറാന്ന് നോക്കിയാൽ മതി. ബാക്ടീരിയൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെയാണ് അളക്കുക? ബാക്ടീരിയൻ്റെ കോളനീൻ്റെ എണ്ണം എണ്ണിയാൽ മതി. അടുത്ത ഫിഷ് ഉണ്ടല്ലോ, ഒരു കുളത്തിൽ ഫിഷ് ഉണ്ട്, ഫിഷ് പോപ്പുലേഷൻ ഉണ്ട്. ആ ഫിഷിൻ്റെ എണ്ണം എണ്ണാൻ പറ്റുമോ മക്കളെ? 1 2 3 4 എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുമോ? ഫിഷ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു വലയിടും, ഒറ്റയടിക്ക് ഒരു കോരി എടുക്കും. ആ കോരലിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിയാൽ മതി. നമ്പർ ഓഫ് ഇൻഡിവിജ്വലിനെ സിംഗിൾ ക്യാച്ച്. ഒരൊറ്റ കോരലിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കുക. ആ ആൾക്കാരുടെ എണ്ണമാണ് ഫിഷിൻ്റെ പോപ്പുലേഷൻ. 10 മീനെ കിട്ടിയാൽ അതാണ് ഫിഷ് പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ മാറ്റം വരുത്തുന്നത് ഈ 4 സാധനങ്ങളാണ്. നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ്, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വന്ന് കയറുന്നവർ ഒരു പോപ്പുലേഷനിലേക്ക്, എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറി വരുന്നവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നവർ. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, ഇത് 4 ഉണ്ടെങ്കിലേ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ മാറ്റം വരുള്ളൂ. പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ മാറ്റം വരുത്തുന്ന ഫാക്ടറുകൾ ഏതൊക്കെ പഠിച്ചു വെക്കണം? ഈ 4 പ്രോസസ്സ്. ഏതൊക്കെ സാറേ? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, നാറ്റാലിറ്റി, മോർട്ടാലിറ്റി. ഓരോന്ന് കഴിയുമ്പോൾ പഠിച്ച് പോണേ. ഓരോന്ന് വൃത്തിക്ക് പറഞ്ഞു തരാൻ നേരം ഇല്ലാത്തതുകൊണ്ട്, എക്സാം നാളെയല്ലേ, ഒറ്റയടിക്ക് കണ്ടു തീർക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യനാണ് വേണ്ടത്, ക്വസ്റ്റ്യൻ ആൻസറാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഓക്കെ മക്കളെ, N+1 സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ കാണാമെന്നറിയാമോ? N+1 സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈക്വൽ ടു T സമയത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി പ്ലസ് ബർത്ത് റേറ്റ് പ്ലസ് ഇമിഗ്രേഷൻ മൈനസ് ഡെത്ത് റേറ്റ് പ്ലസ് എമിഗ്രേഷൻ. ഈ ഇക്വേഷൻ ചെയ്താൽ മതി. ഇത് ഓരോന്ന് എന്താണെന്നാ? ബി എന്ന് പറഞ്ഞാൽ നാറ്റാലിറ്റി, ഐ എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കൂട്ടുന്നവരാരൊക്കെയാ? ബർത്ത് റേറ്റും ഇമിഗ്രേഷനും. പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കുറയ്ക്കുന്നവരാരൊക്കെയാ? ഡെത്ത് റേറ്റും എമിഗ്രേഷനും. ഓർത്ത് വെക്കണം, പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കൂട്ടുന്നത് ബിയും ഐയും ആണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കുറയ്ക്കുന്നവരാരാ? ഡിയും ഇയുമാണ്. ഈ ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ, ഈ ജെ ഷേപ്പ്ഡ് ഗ്രാഫ് ഏതിൻ്റെയാ? ജെ ഷേപ്പ്ഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെയാ. എസ് ഷേപ്പ് ഗ്രാഫ് ഏതിൻ്റെയാ? ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെയാ. ഇതാണ് ജെ ഷേപ്പ്ഡ്, ഇതാണ് എസ് ഷേപ്പ്ഡ്. ഇത് എക്സ്പോണൻഷ്യലിൻ്റെ ഗ്രാഫ്, ഇത് ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെ ഗ്രാഫ്. ഇത് dn/dt = r/n, ഇത് dn/dt = r/n k - n/k. k എന്ന് പറയുന്ന ടൈം വരുന്നത് ലോജിസ്റ്റിക്കിൻ്റെ ഇക്വേഷനില്ല. k എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ചോദ്യം വരിക, ക്യാരിയിങ് കപ്പാസിറ്റി. ഒരു പോപ്പുലേഷനെ മാക്സിമം എത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ആ എണ്ണത്തിൻ്റെ പേരാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. r എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് r. 2 ഇക്വേഷനിൽ വരുന്നുണ്ട്. r എങ്ങനെ കണ്ടുപിടിക്കുക? ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. ഒരു പോപ്പുലേഷനിൽ എത്ര ആൾക്കാരുണ്ട്? ബർത്തായി മൈനസ് എത്ര ആൾക്കാർ മരിച്ചു, ഡെത്ത് റേറ്റ്. ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് ആണ് മക്കളെ r എന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ ചിത്രം ഓർത്ത് വെച്ചോ, എപ്പോഴും പരീക്ഷയ്ക്ക് വരും. പോപ്പുലേഷൻ ഇന്ററാക്ഷന്റെ ഫിഗർ എപ്പോഴും പരീക്ഷയ്ക്ക് വരും. ഞാൻ നോക്കി വെച്ചോ, ഒരാൾക്ക് പോസിറ്റീവ്, ഒരാൾക്ക് നെഗറ്റീവ്. എന്താ കമൻസാലിസം? ഒരാൾക്ക് നെഗറ്റീവ്, ഒരാൾക്ക് പോസിറ്റീവ്. ഞാൻ ഈ വട്ടം പ്രതീക്ഷിക്കുന്നത് ഇതിങ്ങനെ ചോദിക്കും പരീക്ഷയ്ക്ക്.
ഇൻ എ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ വൺ സ്പീഷീസ് ഈസ് ഹാംഫുൾ ആൻഡ് അനദർ ഈസ് അൺഅഫക്റ്റഡ് എങ്കിൽ ഏതാണ് അമൻസാലിസം. കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ഇതിൻ്റെ ആകെ സൈൻ മാത്രമേ പഠിക്കാനുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഇത് 1 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അമൻസാലിസം, ഒരാൾക്ക് പോസിറ്റീവ് മറ്റാൾക്ക് നെഗറ്റീവ്. പ്രിഡേഷനിലും അങ്ങനെയാണ്, പാരസൈറ്റിസത്തിലും അങ്ങനെ തന്നെയാണ്. കോമ്പറ്റീഷനിൽ രണ്ടാളുടെയും റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കുറയുന്നുണ്ട്, അതുകൊണ്ട് എന്തായി, കോമ്പറ്റീഷനിൽ 2 പേർക്ക് നെഗറ്റീവ് കൊടുത്തു. 2 പേർക്ക് നെഗറ്റീവ് ചെയ്താൽ കോമ്പറ്റീഷനാ, 2 പേർക്ക് നെഗറ്റീവ് കോമ്പറ്റീഷനാ. അടുത്ത പ്രിഡേറ്ററിന്റെ റോൾ എന്തൊക്കെ? എടാ, ഒരാളുടെ പേര് പ്രിഡേറ്റർ, അവൻ ആരെയാണോ കഴിക്കുന്നത് അവന്റെ പേരെന്താ? പ്രീ അല്ല മക്കളെ, പ്രിയാന്നൊക്കെ ആയിപ്പോയി. പ്രിഡേറ്റർ ഇവന് പോസിറ്റീവ് കിട്ടും, ഇവൻ ചത്തുപോകല്ലോ, ഇവൻ നെഗറ്റീവാ കിട്ടുക. ഇതാണ് പ്രിഡേഷൻ. എന്തൊക്കെയാണ് പ്രിഡേറ്ററിന്റെ പരിപാടി? ഈ പ്രേന്റെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുക. ഈ പ്രിഡേറ്റർ ഇല്ലെങ്കിൽ ഇവൻ പെറ്റുപെരുകി അങ്ങ് പോകൂലേ? പറ്റൂല. അപ്പൊ എന്താ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനില്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടും. കാരണം എന്താ? ഞാൻ കോഴിനെ തിന്നുന്നുണ്ട് എല്ലാ ദിവസവും, അല്ല ചിക്കൻ തിന്നുന്നുണ്ട് ചേട്ടോ. അപ്പൊ ഞാൻ പ്രിഡേറ്റർ, കോഴി പ്രേയാ. അപ്പം ഞാനില്ലെങ്കിലോ കോഴി ഇങ്ങനെ വളരും, കോഴി ഈ ചെടികളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു സ്പീഷീസ് വളർന്നാൽ മറ്റേ സ്പീഷീസിന് പ്രശ്നമല്ലേ? അപ്പോൾ പ്രേയിൻ്റെ എണ്ണം എന്ത് ചെയ്യണം? എപ്പോഴും നമ്പർ ക്രമീകരിക്കണം. അപ്പോൾ കൺട്രോൾ പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യണം. പിന്നെന്താ? ഹെൽപ്പ് ഇൻ എനർജി ട്രാൻസ്ഫർ. ഒരാളിൽ നിന്ന് വേറൊരാളൊക്കെ എനർജി ട്രാൻസ്ഫർ പോകുന്നത് ഇങ്ങനെ പ്രിഡേറ്റർ ഉള്ളതുകൊണ്ടാ. ഈ പ്രേയിൻ്റെ കയ്യിലുള്ള എനർജി പ്രിഡേറ്റർക്ക് എപ്പോഴാണ് കിട്ടുക? പ്രേയിനെ പ്രിഡേറ്റർ കഴിക്കുമ്പോഴാണ് ഇവൻ്റെ എനർജി ഇവന് കിട്ടിക്കോളും. എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ കാരണം എന്താ? നമ്മളൊക്കെ ഓരോ ആൾക്കാരെ പിടിച്ച് തിന്നുന്നോണ്ടാ. അപ്പോൾ അവൻ്റെ എനർജി നമുക്ക് കിട്ടും, നമ്മളെ ആരെങ്കിലും തിന്നാൽ നമ്മുടെ എനർജി ഒരാൾക്ക് കിട്ടും, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അടുത്തെന്താ? കൺട്രോൾ ഹാംഫുൾ ഇൻസെക്ട്. നിങ്ങൾ കൃഷി നടത്തുന്ന സമയത്ത് അവിടെ ഒരു ഇൻസെക്റ്റ് പ്രശ്നക്കാരനാണെന്നിരിക്കട്ടെ, ആ ഇൻസെക്റ്റിനെ കൊല്ലാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചെടി ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി ഇടത്ത് ബാധിക്കുന്ന ഇൻസെക്റ്റ് ഉണ്ടല്ലോ, പെസ്റ്റ് ആണല്ലോ, ഞാൻ പറഞ്ഞാണല്ലോ പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റുകൾ, ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റ്. ഇൻസെക്റ്റ് പെസ്റ്റാ, ഇൻസെക്റ്റ് നമ്മുടെ പ്ലാന്റിനെ നശിപ്പിക്കും, കൃഷി നശിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസെക്റ്റിനെ നശിപ്പിക്കുക. എന്ത് ചെയ്യണം? ഇൻസെക്റ്റിനെ തിന്നുന്ന ഒരു പ്രിഡേറ്ററിനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇൻസെക്റ്റ് ഇല്ലാതെയാകും, നിങ്ങളുടെ കൃഷി നല്ലപോലെ നടന്നോളും. അപ്പോൾ എന്താ? കൺട്രോൾ ഹാംഫുൾ ഇൻസെക്റ്റ്. വേണ്ടാത്ത ഇൻസെക്റ്റുകളെ, വേണ്ടാത്ത പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യും. അടുത്തെന്താ? റെഡ്യൂസ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ പ്രേയ്ക്കിടയിലെ കോമ്പറ്റീഷൻ കുറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഇന്നില്ല എന്നുണ്ടെങ്കിൽ കോഴികളെ തിന്നാൻ ആരും ഇല്ലല്ലോ, അപ്പോൾ കോഴികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. കോഴികൾക്കിടയിൽ പ്രശ്നം വരും, അവർക്കിടയിൽ കോമ്പറ്റീഷൻ വരും, അവർ പരസ്പരം അടിച്ചടിച്ച് പിരിഞ്ഞ് അവർ തമ്മിൽ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാനില്ലെങ്കിൽ അവരുടെ എണ്ണം കൂടും, അവരുടെ എണ്ണം കൂടിയാൽ അവർ തിന്നുന്ന ആൾക്കാരുടെ എണ്ണം കുറയും, അവർക്കിടയിലുള്ള കോമ്പറ്റീഷൻ കൂടും. അപ്പോൾ പ്രേയിൻ്റെ ഇടയിലെ കോമ്പറ്റീഷൻ കുറയണമെങ്കിൽ അവരുടെ എണ്ണം കുറയണം. അതിന് പ്രിഡേറ്ററായ എൻ്റെ എണ്ണം കൂടിയാൽ മതി. അപ്പോൾ പ്രിഡേറ്റർ ഉള്ളത് കൊണ്ട് പ്രേയിൻ്റെ പോപ്പുലേഷൻ കൺട്രോളാകും, പ്രേയിൻ്റെ ഇടയ്ക്കുള്ള കോമ്പറ്റീഷനും കുറയും, ഹാംഫുൾ ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ കൃഷിയിടത്തു നിന്ന് ഒഴിവാക്കാം, എനർജി ട്രാൻസ്ഫർ നടക്കുന്നു എക്കോസിസ്റ്റത്തിൽ. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് പ്രിഡേറ്ററിൻ്റെ റോള്. ഇത് 3 ഓർത്ത് വെക്കണേ മക്കളെ. ഗോസസ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, കോണൽസ് കോമ്പറ്റീറ്റീവ് റിലീസ്, മാക് ആർതർ റിസോഴ്സ് പാർട്ടീഷനിങ്. എന്താ ഗോസ് പറയണത്? ഒരു സുപ്പീരിയർ സ്പീഷീസും when a കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ് എക്സ്പെരിമെൻ്റലി റിമൂവ്ഡ്. നിങ്ങൾ എന്ത് ചെയ്തു? എക്സ്പെരിമെൻറ്റ്. അതിന് മുമ്പ് ഗോസിൻ്റെ പറയണം. എന്താ ഗോസ് പറയണം നോക്ക്. ഇതാണ് ഗോസിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതാണ് കേട്ടോ, ഇതാണ് ഒന്നാമത്തെ ആൻസർ ഗോസിൻ്റെ. 2 ക്ലോസ് റിലേറ്റഡ് സ്പീഷീസ് കോമ്പറ്റ് ചെയ്യുന്നു. 2 ക്ലോസ് റിലേറ്റഡ് പറഞ്ഞാൽ സെയിം സ്പീഷീസുള്ള ആൾക്കാർ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് നിന്ന് പോകാൻ പറ്റില്ല. കനോട്ട് കോ എക്സിസ്റ്റ്. അവർക്ക് 2 പേര് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ അവർക്ക് കുറേ നാൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല മക്കളെ, ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. എന്താ പറ്റുക അറിയാമോ? കോമ്പറ്റീഷൻ നടന്ന് പതുക്കെ ഇൻഫീരിയർ സ്പീഷീസ് അവസാനം എലിമിനേറ്റ് ആകും. 2 പേര് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ കഴിവ് കൂടിയവൻ ഉറപ്പായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇൻഫീരിയർ സ്പീഷീസിനെ, അതായത് സുപ്പീരിയർ സ്പീഷീസ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇൻഫീരിയർ സ്പീഷീസിനെ എന്തായാലും ഒഴിവാക്കും എന്ന് പറയുന്ന തിയറിയാണ് ഏത്? ഗോസസ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സുപ്പീരിയറും ഇൻഫീരിയറും തമ്മിൽ അടിയുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം സുപ്പീരിയർ എന്തായാലും ഇൻഫീരിയറിനെ ഒഴിവാക്കും. ഇതാണ് ഗോസിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അടുത്തെന്താ? കോണൽസിൻ്റെ കോമ്പറ്റീറ്റീവ് റിലീസ്. എന്താണ്? കോമ്പറ്റീഷനെ എങ്ങനെ റിലീസ് ചെയ്യാം? ഇതാണ്. 2 പേർ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ when the competitively superior species നിങ്ങൾ റിമൂവ് ചെയ്യുക. സുപ്പീരിയറും ഇൻഫീരിയറും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുക,
നിങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം, കോമ്പറ്റീഷനെ റിലീസ് ചെയ്യണം. കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? സുപ്പീരിയർ സ്പീഷീസിനെ ആ ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി. സുപ്പീരിയർ സ്പീഷീസ് പോകുമ്പോൾ പിന്നെ അവിടെ കോമ്പറ്റീഷൻ ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഇൻഫീരിയർ സ്പീഷീസ് വിൽ ഇൻക്രീസ് ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച്. ഇൻഫീരിയർ സ്പീഷീസ് പിന്നെ പടർന്നു പന്തലിച്ചോളും. ഇൻഫീരിയർ സ്പീഷീസ് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ആയിക്കോളും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അടുത്ത് നോക്കണം. രണ്ടുപേരും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ സുപ്പീരിയർ ഇൻഫീരിയറിനെ ഒഴിവാക്കും. ഇതാണ് ഗോസ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഒഴിവാക്കണമെങ്കിൽ അവിടെ നിന്ന് സുപ്പീരിയറിനെ എടുത്ത് കളയുക. അപ്പോൾ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ നടക്കൂല. പിന്നെ ഇൻഫീരിയർ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ആയിക്കോളും. ഇൻഫീരിയർ അങ്ങ് പടർന്ന് പന്തലിച്ചോളും മക്കളെ. അടുത്തതെന്താ? മാർക്ക് ആർത്തറിന്റെ റിസോഴ്സ് പാർട്ടീഷനിങ് എന്താണ് ചോദ്യം വരും. രണ്ട് സ്പീഷീസ് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കാണ്, സെയിം റിസോഴ്സ്, സെയിം സാധനത്തിന് വേണ്ടി എങ്കിൽ അവർക്ക് കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഡിഫറെന്റ് ടൈമിൽ തിന്നാൻ വന്നാൽ മതി. ഓക്കെ, ഒരു മരമുണ്ട്, ഈ മരത്തിനെ തിന്നാൻ 2 പേർക്ക് വരണം. ഈ 2 പേരുടെ ഒരുമിച്ച് വരുമ്പോൾ അല്ലേ കോമ്പറ്റീഷൻ വരിക. ഈ കോമ്പറ്റീഷൻ ഇവർക്കിടയിൽ എങ്ങനെ കുറയ്ക്കുക? രാവിലെ തൊട്ട് ഉച്ച വരെ ഇവൻ പൊക്കോട്ടെ തിന്നാൻ, ഉച്ചയ്ക്ക് ശേഷം ഇവൻ പൊക്കോട്ടെ. ഡിഫറെൻ്റ് ടൈം ചൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഫോറേജിങ് പാറ്റേൺ, ഡിഫറെൻ്റ് രീതിയിൽ ഡിഫറെൻ്റ് റീജിയൻ തിന്നാൽ മതി. ഒന്നാമത്തെ രണ്ടും സെയിം ടൈമിൽ തന്നെ വന്നോട്ടെ, പ്രശ്നമില്ല. പകുതിയെ 1 തിന്നാൽ മതി, സെക്കൻഡ് പകുതി 2 തിന്നാൽ മതി. അങ്ങനെ ഡിഫറെൻ്റ് രീതിയിൽ തിന്നണം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈം ചൂസ് ചെയ്ത് തിന്നണം. അപ്പോൾ എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ കുറഞ്ഞോളും. കോമ്പറ്റീഷൻ കുറയാൻ 2 രീതി നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ സുപ്പീരിയർ സ്പീഷീസിനെ ആ സ്ഥലത്തു നിന്ന് മാറ്റുക, അല്ലെങ്കിലോ ഡിഫറെൻ്റ് ടൈം, ഡിഫറെൻ്റ് ഫോറേജിങ് പാറ്റേണുകൾ, ഡിഫറെൻ്റ് റീജിയൻ കാണിച്ചു കൊടുക്കുക ഫുഡ് കഴിക്കാൻ. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പറ്റീഷനെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ മക്കളെ, ഇത് അരമണിക്കൂറും കഴിഞ്ഞു പോകുന്നു തോന്നട്ടോ. കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. നോക്കടാ, എങ്ങനെയാണ് സാറേ ഹോസ്റ്റിന്റെ മുകളിൽ പാരസൈറ്റുകൾ ജീവിക്കുക? ഈ 4 അഡാപ്റ്റേഷൻ ഉണ്ടെങ്കിലേ ഹോസ്റ്റിന്റെ മുകളിൽ പാരസൈറ്റ് ജീവിക്കുകയുള്ളൂ. പഠിച്ചു വെക്കണേ. ഏതൊക്കെയാ പറക്കേട്ടെ സാറേ? സക്കറുകൾ വേണം. സക്കേഴ്സ് പ്രസന്റാ. പിടിച്ചു നിൽക്കാൻ, ഹോസ്റ്റിന്റെ മുകളിൽ പിടിച്ചു നിൽക്കാൻ സക്കറുകൾ വേണം. രണ്ടെന്താ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ആവശ്യമില്ല, ഓൾറെഡി ബ്ലഡിലെ വലിച്ചെടുക്കാം. പാരസൈറ്റ് ഹോസ്റ്റിന്ന് ബ്ലഡാ വലിച്ചെടുക്കുക. ബ്ലഡിൽ ഓൾറെഡി ഡൈജസ്റ്റഡ് ഫുഡാണ് ഉള്ളത്. പിന്നെ അവർക്ക് വീണ്ടും ഡൈജസ്റ്റ് ചെയ്യണോ? വേണ്ട. ഓൾറെഡി ഞാൻ ഡൈജസ്റ്റ് ചെയ്ത് എൻ്റെ ബ്ലഡിലേക്ക് വിടുന്ന ന്യൂട്രിയൻസിനെയാണ് എൻ്റെ പാരസൈറ്റ് വലിച്ചെടുക്കണത്. അപ്പോൾ ഓൾറെഡി ബ്ലഡിൽ നിന്ന് അവർക്ക് ഡൈജസ്റ്റഡ് ഫുഡാണ് കിട്ടുക. ഇനി ഡൈജസ്റ്റ് ആക്കണോ? ഡൈജസ്റ്റീവ് സിസ്റ്റം വേണ്ട. സെൻസ് ഓർഗൻ വേണ്ട. സെൻസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, കാലൊന്നും വേണ്ട. അവർക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നാൽ പോരെ. എങ്ങോട്ട് മൂവ് ചെയ്യണ്ടല്ലോ. എൻ്റെ ദേഹത്ത് അവർക്ക് മൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ചലിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കൈയും കാലും ഒക്കെ ആവശ്യമുണ്ടോ? വേണ്ട. അപ്പം എന്താ? സെൻസ് ഓർഗൻസിൻ്റെ ആവശ്യമില്ല. പിന്നെന്താ? ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, വേഗം റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സക്കറുകളുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, സെൻസ് ഓർഗൻ ഇല്ല, ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. മനസ്സിലായോ? ഇത് നാലും എന്താ? പാരസൈറ്റിന് ഹോസ്റ്റിന്റെ മുകളിൽ ജീവിക്കാൻ വേണ്ട കാര്യങ്ങളാണ്. ഓർത്ത് വെക്കണേ മക്കളെ. അടുത്തെന്താ? എക്ടോ എൻഡോ. എന്താ എക്ടോ എന്ന് പറഞ്ഞാൽ ഒരു പാരസൈറ്റ്, ഒരു ഹോസ്റ്റിന്റെ മുകളിൽ ജീവിക്കുന്നവർ. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ജീവിക്കുന്നവർ. എക്ടോയ്ക്ക് എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ ടിക്സ് ഓൺ ഡോഗ്. ഡോഗിന്റെ മുകളിൽ കാണുന്ന ടിക്സുകൾ. അടുത്തത് ടിക്സ് പറഞ്ഞാൽ ചെള്ളുകൾ, പട്ടിക്കുട്ടീൻ്റെ മുകളിൽ കാണുന്ന ചെള്ളുകൾ. അടുത്ത കോപ്പി പോഡ്സ് ഓൺ മറൈൻ ഫിഷ്. മറൈൻ ഫിഷിന്റെ മുകളിൽ കാണുന്ന ഒരു പാരസൈറ്റ് ആണ് ഇത്, കോപ്പി പോഡ്. അടുത്ത് നോക്ക്. കോപ്പി പോഡ്സ് ഓൺ മറൈൻ ഫിഷ്. അടുത്ത ഏതാണെന്നറിയാമോ? കസ്ക്യൂട്ട ഓൺ ഹെഡ്ജ് പ്ലാന്റ്. ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ വേലിച്ചെടികളുടെ മുകളിൽ കാണുന്ന വേറൊരു പാരസൈറ്റ് ആയിട്ടുള്ള ചെടിയാണ് ആര്? കസ്ക്യൂട്ട. കസ്ക്യൂട്ട ഒരു പ്ലാന്റാ. പാരസൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ പേര് പറയണം. കസ്കൂട്ട, കൽക്കട്ട. അടുത്തെന്താ? ടിക്സ് ഓൺ ഡോഗ്. അടുത്ത ലൈസ് ഓൺ ഹ്യൂമൻ. ഹ്യൂമന്റെ മുകളിൽ കാണുന്ന ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? പേനുകൾ. ഹ്യൂമന്റെ മുകളിൽ കാണുന്ന പേനുകൾ. അടുത്തെന്താ? എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റിന്റെ ഉള്ളിൽ കാണുന്ന പാരസൈറ്റ്. എക്സാമ്പിൾ ലിവർ ഫ്ലൂക്ക് ഉണ്ട്. അടുത്തെന്താ? മലേറിയൽ പാരസൈറ്റ്. ലിവർ ഫ്ലൂക്ക്, അതേപോലെ മലേറിയൽ പാരസൈറ്റ്. ഇതൊക്കെ എന്താ? എൻഡോ പാരസൈറ്റിന് എക്സാമ്പിൾ. നമ്മുടെ ഉള്ളിലാണ് കാണുക. എക്സാമ്പിൾ ഓർത്ത് വെക്കണം. ഡിഫറൻസ് ആദ്യം പ്രസൻറ്റ് സർഫസ് ഓഫ് ഹോസ്റ്റ്, പ്രസൻറ്റ് ഇൻസൈഡ് ഹോസ്റ്റ്. ഇത് 2 എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി.
ഓക്കെ മക്കളെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും കേട്ടോ. എക്സാമ്പിൾ തരും, ഏത് ടൈപ്പ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണെന്ന് പറയണം. ഏത് ടൈപ്പ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. അബിങ്ടൺ ടോട്ടോയ്സും ഗോട്ടും തമ്മിൽ പുല്ലിന് വേണ്ടി കോമ്പറ്റീഷനാണ്, ഗ്രാസിന് വേണ്ടി കോമ്പറ്റീഷൻ ആയിരുന്നു. കസ്ക്യൂട്ട ഓസ്ട്രി, എന്താ കസ്ക്യൂട്ട എന്ന് കേട്ടാൽ പാരസൈറ്റിസമാ. ഫിഗ് ട്രീ വാസ്പ്, ഫിഗ് പോളിനേഷൻ നടത്തും വാസ്പ് വഴി, വാസ്പ് മുട്ടയിടും ഫിഗ് ട്രീ വഴി. അപ്പൊ എന്താ മ്യൂച്വലിസം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് മ്യൂച്വലിസം. ആൽഗെ ഫംഗസ് ചേർന്ന് ലൈക്കൻ, ലൈക്കൻ ഇതിന് എക്സാമ്പിളാ മ്യൂച്വലിസം. +1 പഠിച്ച നമ്മൾ. ബലാനസ് ആൻഡ് കാറ്റമാലസ് തമ്മിൽ എന്താ കോമ്പറ്റീഷനാ. അതിൽ സുപ്പീരിയർ ആണ് ബലാനസ്, ഇൻഫീരിയർ ആണ് കാറ്റമാലസ്. ലൈസ് ഓൺ ഹ്യൂമൻസ്, മനുഷ്യന്മാരുടെ മുകളിൽ കാണുന്ന പേന് എന്തിന് എക്സാമ്പിളാ, പാരസൈറ്റിസത്തിന് എക്സാമ്പിളാ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഇത് പഠിച്ചു വെക്കണം. ഇങ്ങുള്ള ക്വസ്റ്റ്യനുകൾ വരും. ഇങ്ങുള്ള ക്വസ്റ്റ്യൻ നാളെ നിങ്ങൾ എഴുതി വെച്ചോ, നാളെ നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ പറയാണ് മക്കളെ, ഞാൻ പറയാ. 18 തവണ ഞാൻ മലയ്ക്ക് പോകും, 28 തവണ ഞാൻ പളനിക്ക് പോകും, മുടിയും താടിയും മീശയുമൊക്കെ ഞാൻ വടിച്ചു കളയും. മക്കളെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നാളെ വന്നില്ലെങ്കിൽ, ഈ ടൈപ്പ് കുറേ എക്സാമ്പിൾ തരും. ഓരോന്നിൻ്റെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്താ പറയാൻ ചോദിക്കും. ഇത് വന്നിരിക്കും അഖിൽ സാറിൻ്റെ വാക്കാ. 19-ാം വയസ്സ് തുടങ്ങിയതാടാ ടീച്ചിങ്, 26 വയസ്സായി. 7 കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് ചുമ്മാതാക്കണ്ട. ഞാൻ ബോട്ടണിയും സുവോളജി എടുക്കുന്ന ആളല്ല, ബോട്ടണിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കാണും. ഓക്കെ, അടുത്തയാടാ സ്യൂഡോ കോപ്പുലേഷൻ ഇൻ ഒഫ്രിസ്. ഒഫ്രിസിന്റെ പ്രത്യേകത എന്താ? ഒഫ്രിസിന്റെ ഫ്ലവറിന്റെ ഒരു പെറ്റൽ, കുറെ പെറ്റൽ ഉണ്ട്, അതിൽ ഒരു പെറ്റൽ എന്തിനെ പോലെ കാണുക? ഫീമെയിൽ ബീനെ പോലെ കാണുക. അപ്പം അങ്ങോട്ടേക്ക് ആര് വരും മക്കളെ? ഫീമെയിൽ ബീനെ പോലെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് ആര് വരും? ഫീമെയിൽ തന്നോ? അങ്ങനല്ല, ഫീമെയിൽ ബീനെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ആരാ? മെയിൽ ബി വരും. മെയിൽ ബി വന്ന് ഇതിനെ സ്യൂഡോ കോപ്പുലേഷൻ നടത്തും. അപ്പൊ പോളിനേഷൻ വീഴും, പോളിനേഷൻ നടക്കും. അപ്പൊ എന്താ? ഒഫ്രിസ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്ററേനിയൻ ഓർക്കിഡ് ആണ്. അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ ഫീമെയിൽ ബീനെ പോലാണ് കാണാൻ. അപ്പോൾ മെയിൽ ബി അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആകും. അപ്പോൾ അത് പരസ്പരം എന്ത് നടത്തും? സ്യൂഡോ കോപ്പുലേഷൻ നടത്തും. സ്യൂഡോ കോപ്പുലേഷൻ നടത്തുന്ന സമയത്ത് പോളിനേഷൻ നടന്നോളും. ഇത് മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്ത മക്കളെ ബയോടെക്നോളജി 2 എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വേഗം പോട്ടെ, സമയമായി. 30 മിനിറ്റ് ഞാൻ പറഞ്ഞതാണ്, 30 മിനിറ്റ് കൂടുതലായി, സോറിയടാ. ബയോടെക്നോളജി 2 വാ. എങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്തൊക്കെ? ബയോടെക്നോളജീൻ്റെ ഒരു 1 ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, വേഗം പോയത് കാണണം. ഓക്കെ, ഏതൊക്കെയാ സാറേ 4 അഡ്വാൻറ്റേജ്? എന്താ ജനറ്റിക്കലി മാറ്റം വരുത്തിയ പ്ലാന്റുകളുടെ അഡ്വാൻറ്റേജ് എന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റുകൾ പെസ്റ്റിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. പഠിച്ചു വെച്ചോ, പെസ്റ്റിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. സാധാരണ പ്ലാന്റിനേക്കാൾ ന്യൂട്രീറ്റീവ് വാല്യൂ കൂടുതലായിരിക്കും. അടുത്ത എന്താ? പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറവായിരിക്കും. പറിച്ചു വെച്ച ശേഷം വേഗം ചീഞ്ഞു പോകാറില്ല. ടൊമാറ്റോ 2 ദിവസത്തിനുള്ളിൽ ചീഞ്ഞു പോകും. എന്നാൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ടൊമാറ്റോ 1-2 ആഴ്ചകളിരിക്കും. റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. അടുത്തെന്താ? ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്. ജീവനില്ലാത്ത ആൾക്കാരുണ്ടാക്കുന്ന സ്ട്രെസ്സാണ് അബയോട്ടിക് സ്ട്രെസ്. അതിനോട് ടോളറൻ്റ് ആയിരിക്കും, എതിർത്ത് നിൽക്കാൻ പറ്റും. ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. അടുത്തെന്താ മക്കളെ? ഇത് ക്രൈജീൻ, BT, ബാക്സിലസ് തുറിഞ്ചെനിസിസ് ഉണ്ടാക്കുന്ന ജീൻ്റെ പേര് ക്രൈജീന. ആ ക്രൈജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ക്രൈ പ്രോട്ടീൻ, അത് ഇൻസെക്റ്റിൻ്റെ ഉള്ളിലെത്തിയാൽ ആക്റ്റീവ് ആകും. എപ്പിത്തീലിയൽസിലെ സെല്ലുകളെ ഓട്ടകൾ ഉണ്ടാക്കും, സെല്ലുകളെ സ്വെല്ലാക്കും, സെല്ലുകളെ വലിച്ചു കയറും, ലൈസിസ് നടത്തും. അങ്ങനെ ഇൻസെക്റ്റുകൾ ചത്തുപോകും. ഓക്കെ, നെയിം ദ ജീൻ. ബാക്ടീരിയ കാണുന്ന ജീൻ്റെ പേരെന്താ? ഈ ടോക്സിൻ ഉദ്ദേശിക്കുന്ന ക്രൈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ്റെ പേരെന്താ? ക്രൈജീൻ എന്നാ മക്കളെ വിളിക്കുക. അത് 3 ടൈപ്പ് ക്രൈജീൻ ഉണ്ട്. ക്രൈഫസ്റ്റ് AB, ക്രൈസെക്കൻഡ് AB, ക്രൈഫസ്റ്റ് AZ. ക്രൈഫസ്റ്റ് AB കോൺബോറർ എന്ന് പറഞ്ഞ ഇൻസെക്റ്റിനെയാണ് കൺട്രോൾ ചെയ്യുക. ക്രൈസെക്കൻഡ് ABയും ക്രൈഫസ്റ്റ് AZയും കോട്ടൺ ബോൾബോം എന്ന് പറയുന്ന ഇൻസെക്റ്റിനെയാണ് കൺട്രോൾ ചെയ്യുക. ക്രൈഫസ്റ്റ് AZ ആരെ കൺട്രോൾ ചെയ്യുക? കോട്ടൺ ബോൾബോം. കോൺബോറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ക്രൈഫസ്റ്റ് AB, ക്രൈസെക്കൻഡ് AB, ക്രൈഫസ്റ്റ് AZ. മെലോഡിഗൈൻ ഇൻകോഗ്നിഷൻ എന്ന് പറഞ്ഞ ഒരു നെമറ്റോഡാ. അതെന്ത് ചെയ്യും? ടൊബാക്കോ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ടൊബാക്കോ പ്ലാന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ നെമറ്റോഡിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ബയോടെക്നോളജിയിലെ ടെക്നിക്കിന്റെ പേരെന്താ? RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNA സൈലൻസിങ് എന്നാ വിളിക്കുക. ഇതെന്താ സംഭവം എന്നറിയോ മക്കളെ? ഇതുവഴി നമ്മൾ എന്ത് ചെയ്യും? നെമറ്റോഡിൻ്റെ RNA ഉണ്ടല്ലോ, mRNA. നെമറ്റോഡിൻ്റെ mRNA നമ്മൾ എന്താക്കി മാറ്റും? ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും. ഇതാണ് മക്കളെ നെമറ്റോഡ്. നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ മാളു, മെലോഡിഗൈൻ ഇൻകോഗ്നിഷ. മാളു അവൻ്റെ mRNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടത്തും. എന്ത് നടത്തും? ട്രാൻസ്ലേഷൻ. mRNA ട്രാൻസ്ലേഷൻ നടത്തി എന്തുണ്ടാക്കും? പ്രോട്ടീൻ ഉണ്ടാക്കും. ഈ പ്രോട്ടീനാണ് മക്കളെ ഇൻഫെക്ഷന് കാരണം.
RNA ഇൻ്റർഫറൻസിൽ എന്താ പറ്റുകയെന്നറിയാമോ? ഈ mRNA നമ്മൾ വേറൊരു RNA കൂടെ കൂട്ടിച്ചേർക്കും. ആ RNAൻ്റെ പേര് ആൻറ്റിസെൻസ് RNA. എന്താ വിളിക്കുക? ആൻറ്റിസെൻസ് RNA ഇവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഈ ആൻറ്റിസെൻസ് RNA പോയിട്ട് ഈ നെമറ്റോഡിൻ്റെ mRNAയുമായിട്ട് കൂടിച്ചേരുമ്പോൾ അവരെന്തായി? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയി. എന്തായി? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയി. ഓൾറെഡി ഒരു mRNA ഉണ്ട്, അതിലേക്ക് ആൻറ്റിസെൻസ് RNA പറഞ്ഞു വിട്ട് അതെന്താക്കി? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കി. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ട്രാൻസ്ലേഷൻ നടക്കില്ല, പ്രോട്ടീൻ ഉണ്ടാക്കില്ല, ഇൻഫെക്ഷൻ ഉണ്ടാകില്ല. പ്രോട്ടീനാണ് ഇൻഫെക്ഷന് കാരണം. mRNA ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീനായി, അപ്പോഴല്ലേ ഇൻഫെക്ഷൻ ഉണ്ടാകുക. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ട്രാൻസ്ലേഷനെ തടയണം. എങ്ങനെയാണ് തടയാമെന്നറിയാമോ? ഈ mRNAയിലേക്ക് ഒരു ആൻറ്റിസെൻസ് RNA പറഞ്ഞു വിടുക, ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കുക. ഡബിൾ സ്റ്റാൻഡേർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ലേഷൻ നടക്കില്ല, പ്രോട്ടീൻ ഉണ്ടാകില്ല, ഇൻഫെക്ഷൻ നടക്കില്ല. ഇതാണ് RNA ഇൻ്റർഫറൻസ്. എന്താ? മെത്തേഡ് ഇൻ വിച്ച് പ്രിവെൻറ്റിങ് ട്രാൻസ്ലേഷൻ ഓഫ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് mRNA. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് mRNAൻ്റെ ട്രാൻസ്ലേഷൻ തടയുന്നു. എങ്ങനെ? ബൈ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഒറ്റ സ്റ്റാൻഡേർഡ് ഉള്ളപ്പോഴല്ലേ പണി, അതിൻ്റെ ഒപ്പം ഒരു ആൻറ്റിസെൻസ് RNA കൂടെ പറഞ്ഞു വിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കുന്നു. അപ്പോൾ ട്രാൻസ്ലേഷൻ നടക്കില്ല, പ്രോട്ടീൻ ഉണ്ടാക്കില്ല, ഇൻഫെക്ഷൻ ഉണ്ടാകില്ല. ഓക്കെ അല്ലേ? ഇതല്ലേ മക്കളെ ഇൻസുലിൻ്റെ ഫിഗറാണ് കേട്ടോ. A ചെയിന്, B ചെയിന്, C ചെയിന്. ഇതാണ് മെച്ചുർ ഇൻസുലിൻ. അതിൽ A B മാത്രമേ ഉള്ളൂ. C ചെയിൻ എന്ത് കാണില്ല? മെച്ചുറിൽ കാണില്ല. അപ്പോൾ എന്താ ഇത്? ഐഡൻറ്റിഫൈ 1 and 2 ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്മച്ചുർ, ഇത് മെച്ചുർ ഇൻസുലിൻ. ഇമ്മച്ചുർ ഇൻസുലിനിൽ C ചെയിൻ ഉണ്ട്, മെച്ചുറിൽ C ചെയിൻ കാണില്ല. ഓക്കെ, അടുത്ത് ജീൻ തെറാപ്പി ആദ്യമായി ചെയ്തത് 4 വയസ്സുള്ള ഒരു കുട്ടിയിലാണ്. ആ കുട്ടീൻ്റെ പേരെന്താ? ആ കുട്ടീൻ്റെ പേരൊന്നും പഠിക്കേണ്ട. ആ കുട്ടിക്ക് എന്തായിരുന്നു അസുഖം? ഒരു എൻസൈമിൻ്റെ കുറവായിരുന്നു അസുഖം. ആ എൻസൈമിൻ്റെ പേരാണ് ADA എൻസൈം, അഡിനോസിൻ ഡി അമിനേസ് എൻസൈം. ആ എൻസൈം കുറഞ്ഞു പോയതായിരുന്നു ആ കുട്ടീൻ്റെ പ്രശ്നം. അത് കാരണം കുട്ടീൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം വൃത്തിക്കൊന്നും വർക്ക് ചെയ്തില്ല. ഇത് കുറയാൻ കാരണം അതിൻ്റെ ജീൻ പ്രശ്നമാണ്, ADA ജീൻ. ADA ജീൻ പ്രശ്നം വന്നപ്പം അതുണ്ടാക്കുന്ന എൻസൈം, പ്രോട്ടീൻ എൻസൈം, ADA എൻസൈം കുറഞ്ഞുപോയി. ആ കുറവുള്ളപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം വൃത്തിക്ക് വർക്ക് ചെയ്തില്ല. ഇതാണ് ആ കുട്ടീൻ്റെ പ്രശ്നം. അപ്പോൾ എന്തായിരുന്നു ആ കുട്ടീൻ്റെ അസുഖം? ADA ഡെഫിഷ്യൻസി ആയിരുന്നു സാറേ അസുഖം. ഇതെങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം? 3 മെത്തേഡ് പഠിച്ചു വെച്ചോ. ബോൺ മാരോ മാറ്റിവെക്കണം, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ബോൺ മാരോ മാറ്റിവെച്ചാൽ ഈ അസുഖം മാറാറുണ്ട്. എൻസൈം, ADA എൻസൈം കുറയുന്നതല്ലേ പണി. നമ്മൾ എന്ത് ചെയ്തു? ഇഞ്ചക്ഷൻ വഴി വേണ്ടുവോളം എൻസൈമിനെ അങ്ങോട്ട് കൊടുത്തു, റീപ്ലേസ് ചെയ്തു. എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഇത് രണ്ടും ടെമ്പററി മെത്തേഡാണ്. ഇത് രണ്ടും കാരണം കുട്ടിക്കൊന്നും പറ്റിയൊന്നുമില്ല, കുട്ടിക്ക് ഒരു നേട്ടം ഉണ്ടായില്ല. എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. പെർമനൻ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, ADA ഡെഫിഷ്യൻസി പെർമനൻ്റ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ, ADAൻ്റെ ജീനല്ലേ പ്രശ്നം. ADAൻ്റെ ജീൻ മാറ്റുന്നു, പുതിയ നല്ല ജീൻ വെക്കുന്നു. അതിനെ നമുക്ക് വിളിക്കുക ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. കാരണം ഈ കുട്ടി 4 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിക്ക് രോഗം ഉണ്ടെന്ന് മനസ്സിലായത്. ഈ കുട്ടി ഭ്രൂണമായിരിക്കുമ്പോഴേ, എംബ്രിയോ ആയിരിക്കുമ്പോഴേ അറിഞ്ഞായിരുന്നെങ്കിൽ, നമുക്ക് അപ്പോഴേ ജീൻ തെറാപ്പി ചെയ്തായിരുന്നെങ്കിൽ പിന്നെ കുട്ടിക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം 4 വയസ്സുള്ളപ്പോൾ അല്ലേ ജീൻ തെറാപ്പി ഈ അസുഖം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ജീൻ തെറാപ്പി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ജീൻ തെറാപ്പി എപ്പോഴും എംബ്രിയോ ആയിരിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് ഉപകാരപ്പെടുക. ഓക്കെ, ജീൻ തെറാപ്പി പീരിയോഡിക്കലി ഇടയ്ക്കിടയ്ക്ക് ജീൻ തെറാപ്പി ചെയ്യണം. ഈ 3 ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ADA ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കണം. എന്താ മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ? ഒരു രോഗം അതിൻ്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയണമെങ്കിൽ മോളിക്കുലർ ഡയഗ്നോസിസ് നമുക്ക് ഉപയോഗിക്കാം. ഏതൊക്കെ മെത്തേഡ്? PCR, ELISA, ഓട്ടോ റേഡിയോഗ്രഫി. ഇത് 3ഉമാണ് മോളിക്കുലർ ഡയഗ്നോസിസിൽ വരുന്നത് മക്കളെ. ഇതിലെ ഈ 3 ടെക്നിക്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ഓട്ടോ റേഡിയോഗ്രഫി എന്ന് ഉദ്ദേശിച്ചേക്കണത്. ഓട്ടോ റേഡിയോഗ്രഫീൻ്റെ മെയിൻ പരിപാടി എന്താ അറിയാമോ? ചില ക്യാൻസർ വരുമ്പോൾ, ബോഡിയിൽ ചില ക്യാൻസർ വരും. ഈ ക്യാൻസർ വരുന്ന സമയത്ത് ചില ജീനുകൾ മ്യൂട്ടേഷൻ സംഭവിക്കും. ടു ഡിറ്റക്ട് ജീൻ മ്യൂട്ടേഷൻ ഇൻ ക്യാൻസർ. ചില ക്യാൻസർ വരുമ്പം, ചില ക്യാൻസർ നടക്കുമ്പം, ചില ക്യാൻസർ സംഭവിക്കുമ്പോൾ ചില ജീനുകൾ മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ട്. മ്യൂട്ടേഷൻ സംഭവിച്ചോന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഓട്ടോ റേഡിയോഗ്രഫി ഉപയോഗിക്കുക. ഈ മ്യൂട്ടേഷൻ സംഭവിച്ചോന്ന് അറിയാൻ നമ്മൾ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒറ്റ ഇഴയുള്ള DNA ആകാം, അല്ലെങ്കിൽ ഒറ്റ ഇഴയുള്ള RNA ആകാം. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഇതിലേക്ക് നമ്മൾ എന്ത് കൂട്ടിച്ചേർക്കും? ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ കൂട്ടിച്ചേർക്കും. റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ കൂട്ടിച്ചേർത്ത സിംഗിൾ സ്റ്റാൻഡേർഡ് RNA അല്ലെങ്കിൽ DNA, അതിൻ്റെ പേരാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോബ്. എന്താ വിളിക്കുക? നമ്മൾ പറ പ്രോബ്. പ്രൈമർ അല്ല കേട്ടോ, പ്രൈമർ PCR ഉപയോഗിക്കുന്നതാ. ഇതിൻ്റെ പേരെന്താ? പ്രോബ്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, അതിലേക്ക് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ കൂട്ടിച്ചേർത്തു. അതിൻ്റെ പേരാണ് മക്കളെ പ്രോബ് എന്ന് വിളിക്കുക.
ഈ പ്രോബ് നമ്മൾ എവിടെ ഉപയോഗിക്കാറുണ്ട്? ഓട്ടോ റേഡിയോഗ്രഫിയിൽ ഉപയോഗിക്കാറുണ്ട്. മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ് പോയിട്ട് അറ്റാച്ച് ആകൂല, അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി ഫിലിമിൽ കാണാൻ പറ്റൂല. മ്യൂട്ടേഷൻ സംഭവിച്ചില്ലെങ്കിലോ പ്രോബ് കറക്റ്റ് പോയി ബൈൻഡ് ചെയ്യും, ഫോട്ടോഗ്രാഫി ഫിലിമിൽ ഇങ്ങനെ തിളങ്ങി കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ട്രാൻസ്ജീനിക് ഔ ഏതാ മക്കളെ? റോസിന്റെ പാലിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, മനുഷ്യന്മാരുടെ മുലപ്പാലിൽ കാണുന്ന അതേ പ്രോട്ടീൻ, അതിന്റെ പേരെന്താ? ആൽഫ ലാക്റ്റാൽബുമിൻ എന്നാ വിളിക്കുക. അടുത്തെന്താ? ട്രാൻസ്ജീനിക് ആനിമൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ട്രാൻസ്ജീനിക് ആനിമൽസിന്റെ പ്രത്യേകത എന്താ? നമുക്ക് നോർമൽ ഫിസിയോളജി ആൻഡ് ഫംഗ്ഷൻ പഠിക്കാൻ പറ്റും, ചില അസുഖങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റും, പുതുതായിട്ടൊരു വാക്സിൻ അല്ലെങ്കിൽ കെമിക്കൽ കണ്ടുപിടിച്ചാൽ അത് എത്രമാത്രം സേഫാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ചില ബയോളജിക്കൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റുകളാണ് ആൽഫ 1 ആന്റി ട്രിപ്സിൻ, അത് വെച്ച് എംഫിസിമ ട്രീറ്റ് ചെയ്യാം. അതേപോലെ ഉണ്ടാക്കിയെടുത്തതാണ് ആൽഫ ലാക്റ്റാൽബുമിൻ. റോസിയിൽ മനുഷ്യന്മാരുടെ മുലപ്പാലിൻ്റെ ജീൻ കൊടുത്തു, അപ്പോൾ റോസി ആ പാലുണ്ടാക്കാൻ തുടങ്ങി, ആ പ്രോട്ടീൻ അടങ്ങിയ പാലുണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, ഇത്രയാണ് മക്കളെ ബയോടെക്നോളജി 2 ഇനി നമുക്കുള്ളത് ഏതാ? ബയോടെക്നോളജി 1 ആണ്. ഓക്കെ, കുറച്ച് സമയം കയറി പോയിട്ടുണ്ടടാ, 3/4 മണിക്കൂറിലേക്ക് ആയിട്ടുണ്ടല്ലേ. ഇത് വേഗം പഠിക്കണം കേട്ടോ. ഞാൻ രാവിലെ മുതലേ റെക്കോർഡ് ചെയ്യുക, എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് കുറവാണ്. ഇത് ഞാൻ തന്നേക്കുന്ന അതേപോലെ പഠിച്ചേക്കണം ആ ക്വസ്റ്റ്യനുകൾ. ബയോടെക്നോളജി 1 ചോദിക്കുക, നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. ഓക്കെ, ബയോടെക്നോളജി 2 കോർ ടെക്നിക്കുകൾ ഏതൊക്കെ? ബയോടെക്നോളജി മെയിൻ 2 പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ്? പഠിച്ചു വെച്ചോ. ബയോടെക്നോളജീൻ്റെ മെയിൻ 2 പ്രിൻസിപ്പിളുള്ളൂ സാർ. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, 2 ഏതാ? ബയോ പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബയോ പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ്, ഇത് രണ്ടുമാണ് ബയോടെക്നോളജിയിലെ മെയിൻ ടെക്നിക്കുകൾ. അടുത്ത ഏതാണെന്നറിയാമോ? ബയോടെക്നോളജിയിലെ 5 ഇമ്പോർട്ടൻ്റ് ടൂളുകൾ ഏതൊക്കെ? ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം, DNA മുറിക്കാൻ, DNA കൂട്ടിച്ചേർക്കാൻ ലിഗേസസ് എൻസൈം. നമ്മുടെ ജീനെയും വെക്ടറിനെയും തമ്മിൽ ജീനെ ഹോസ്റ്റ് സെല്ലിൽ കൊണ്ടിടാറുണ്ട്. ഏത് സെല്ലിലേക്കാണോ ജീൻ കൊണ്ടിടുക അതിൻ്റെ പേര് ഹോസ്റ്റ് സെൽ. കൊണ്ടിടാൻ ഒരാളുമായിട്ട് കൂട്ടിച്ചേർക്കണം ജീനിനെ, അതിൻ്റെ പേര് വെക്ടർ എന്നാണ് വിളിക്കുക. ഇനി എപ്പോഴെങ്കിലും DNA ഉണ്ടാക്കണം, ഇപ്പോൾ PCR ഉണ്ടല്ലോ, PCR എക്സ്റ്റൻഷൻ്റെ സമയത്ത് DNA ഉണ്ടാക്കി പോകണം. അതിന് നമ്മൾ DNA ഉണ്ടാക്കാൻ കഴിവുള്ള എൻസൈം ഉപയോഗിക്കണം, അതിൻ്റെ പേരാണ് പോളിമറൈസ് എൻസൈം. DNA ഉണ്ടാക്കുന്നവൻ പോളിമറൈസ്, ഉള്ള DNA മുറിക്കുന്നവൻ റെസ്ട്രിക്ഷൻ എൻസൈം, ഉള്ള DNA കൂട്ടിച്ചേർക്കുന്നവൻ ആരാ? ലിഗേസ്. റെസ്ട്രിക്ഷൻ എൻസൈമിന് DNA ഉണ്ടാക്കാൻ അറിയില്ല, മുറിക്കാനേ അറിയൂ. ലിഗേസിന് DNA ഉണ്ടാക്കാൻ അറിയില്ല, കൂട്ടിച്ചേർക്കാനേ അറിയൂ. DNA ഉണ്ടാക്കുന്ന എൻസൈം ഏതാ? DNA പോളിമറൈസ് എൻസൈമുകളാണ്. എക്സാമ്പിളാണ് PCR ടോക്ക് പോളിമറൈസ് എൻസൈം. ഓക്കെ മക്കളെ, ഇത് കണ്ടോ DNA സ്റ്റെപ്പുകളാണ്. ബയോടെക്നോളജിയിലെ സ്റ്റെപ്പുകൾ ഇതേപോലെ പരീക്ഷയ്ക്ക് വരും. എന്താ സാറേ? ഒരു സെല്ലിൽ നിന്ന് ആദ്യം DNA വേർതിരിക്കുക, പിന്നെ എന്ത് ചെയ്യണം? ആ DNA ഫ്രാഗ്മെൻറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം. എന്ത് വെച്ച്? റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്ത് കുറേ കഷ്ണങ്ങളാക്കുക. ആ കഷ്ണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കഷ്ണം, അതിൻ്റെ പേരാ ഡിസേബിൾ DNA. കുറേ കഷ്ണങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ട കഷ്ണത്തെ മാത്രം വേർതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കഷ്ണത്തെ എടുത്തിട്ട് വെക്ടറുമായിട്ട് കൂട്ടിച്ചേർക്കുക. അത് 4ാമത്തെ സ്റ്റെപ്പ്. കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ, വെക്ടറുമായി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വിളിക്കുക? റീകോംബിനൻ്റ് DNA എന്നാ വിളിക്കുക. വെക്ടറും ജീനും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ വിളിക്കുക? RDNA എന്നാ വിളിക്കുക. ഈ RDNA നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നല്ല ഹോസ്റ്റിലേക്ക് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് ആ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ സെല്ലിന് എന്ത് ചെയ്യുക? ലാർജ് സ്കെയിലിൽ ബയോ റിയാക്ടറിൽ കൊണ്ട് വളർത്തുക. ഇതാണ് 6ാമത്തെ സ്റ്റെപ്പ്. ബയോ റിയാക്ടറിൽ കൊണ്ട് വളർത്തുമ്പം ആ സെല്ലിനുള്ളിൽ കിടക്കുന്ന ജീൻ പ്രവർത്തിക്കും, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റിന് നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ് വഴി എക്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ബയോടെക്നോളജിയിലെ സ്റ്റെപ്പുകളാണ്. ഇത് ഓർഡറിൽ പഠിച്ചു വെക്കണം കേട്ടോ, ഓർഡറിൽ പഠിച്ചു വെക്കണം. മനസ്സിലാത്തൊരു ബാക്ക് എടുത്ത് കാണണം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ മക്കളെ, റെസ്ട്രിക്ഷൻ എൻസൈം എന്താ? DNA മുറിക്കുന്നവരാണ് സാറേ. ഏത് ഫാമിലിയിലാണ് ഇവർ വരിക? ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന ഫാമിലി ഉണ്ട്. ന്യൂക്ലിക് ആസിഡുകളിലെ DNA ഒക്കെ ആ ന്യൂക്ലിക് ആസിഡിനെ മുറിക്കുന്നവരാണ് ന്യൂക്ലിയേസസ്. ആ ന്യൂക്ലിയേസസ് ഉണ്ട്, ലിപ്പേസസ് ഉണ്ട്, കുറേ ഫാമിലി ഉണ്ട് എൻസൈമുകൾക്ക്. ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന ഫാമിലി വരുന്നവരാണ് ആര്? റെസ്ട്രിക്ഷൻ എൻസൈം. ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈം ഏതാ? HindII. ആര്? HindII. ഏകദേശം 930ഓളം റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. 960ഓളം എൻസൈമുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫ്രം 230 ബാക്ടീരിയകൾ. 230 ബാക്ടീരിയകളിൽ നിന്ന് 900 പ്ലസ് എൻസൈമുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. 2 ടൈപ്പ് എൻസൈം നമ്മളെ വ്യത്യാസം എന്തൊക്കെ? എൻഡോ ന്യൂക്ലിയസുകളും എക്സോ ന്യൂക്ലിയസും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെ സാറേ?
ഡി എൻ എൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യുന്നവർ, ഡി എൻ എയുടെ ഉള്ളിൽ കട്ട് ചെയ്ത് ഡി എൻ എൻ്റെ കുറേ കഷ്ണങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ആര്? എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ. എക്സോ ന്യൂക്ലിയസിൻ്റെ പണി എന്താ അറിയാമോ? ഡി എൻ എൻ്റെ എൻഡിലാണ് കട്ട് ചെയ്യുക. കട്ട് ചെയ്താൽ കിട്ടുന്നത് ഡി എൻ എ കഷ്ണങ്ങളല്ല മക്കളെ, ഡി എൻ എ കഷ്ണങ്ങളല്ല കിട്ടുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ചെറിയ 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 ന്യൂക്ലിയോട്ടൈഡുകളാണ്. ഡി എൻ എകൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോട്ടൈഡ് ചേർത്ത് വെച്ചേക്കല്ലേ. ഈ ഓരോ ന്യൂക്ലിയോട്ടൈഡുകളെയും പൊട്ടിച്ചിരുന്നവരാണ് ആര്? എക്സോ ന്യൂക്ലിയസ്. എന്നാൽ ഡി എൻ എകളെ ഇടയ്ക്ക് വെച്ച് മുറിച്ച് ഡി എൻ എ കഷ്ണങ്ങളാക്കി തരുന്നവരാണ് ആര്? എൻഡോ ന്യൂക്ലിയസ്. കട്ട് വിത്തിൻ ഡി എൻ എ, ഉള്ളിൽ കട്ട് ചെയ്യുന്നു. കട്ട് എൻഡ്, ഡി എൻ എൻ്റെ എൻഡിൽ കട്ട് ചെയ്യുന്നു. അടുത്തെന്താ? ഫ്രാഗ്മെന്റ്സ്, ഡി എൻ എ കഷ്ണങ്ങളാണ് ഉണ്ടാക്കുക. ഇവരോ ന്യൂക്ലിയോട്ടൈഡുകളാണ് ഉണ്ടാക്കുക. ഇവരെയാണ് ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുക. ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത് ആരാ? എൻഡോ ന്യൂക്ലിയസുകളെയാണ്, അല്ലാതെ എക്സോ ന്യൂക്ലിയസുകളല്ല. നോട്ട് യൂസ്ഡ് ഇൻ ബയോടെക്നോളജി. ഡി എൻ എൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യും, ഡി എൻ എ അറ്റത്ത് കട്ട് ചെയ്യും. ഡി എൻ എ കഷ്ണങ്ങളാ കിട്ടുക, പക്ഷെ ഇവിടെ ന്യൂക്ലിയോട്ടൈഡ് കഷ്ണങ്ങളാ കിട്ടുക. ഇവിടെ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കും, ഇത് ഉപയോഗിക്കാറില്ല. ഓക്കെ അല്ലേ മക്കളെ? ഇതെന്താ? ഇങ്ങനൊരു പാത്രം തന്നാൽ എൻ്റെ പൊന്നുമക്കളെ എഴുതി വെച്ചോ, ഇതാരാ? അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ. ഡി എൻ എ കഷ്ണങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ, ഡി എൻ എ കഷ്ണങ്ങളിൽ നിന്ന് ഏതാണോ നമുക്ക് വേണ്ട ഡി എൻ എ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആര്? അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് കേട്ടോ. ഓക്കെ, ഇതെന്താ അറിയാമോ? ഇതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ഇതാണ് വലിയ കഷ്ണങ്ങൾ. ഇവിടെ നമ്മൾ വെല്ലിൽ കൊണ്ടുപോയിട്ട് ഡി എൻ എ കഷ്ണങ്ങൾ നിറയ്ക്കും. ഇവിടെ നെഗറ്റീവ് ചാർജ് കൊടുക്കും നമ്മൾ. ഇവിടെ നമ്മൾ നെഗറ്റീവ് കാഥോഡ് കൊടുക്കും നമ്മൾ. ഇവിടെ എന്താ നമ്മൾ കൊടുക്കുക? പോസിറ്റീവ് ആനോഡ് കൊടുക്കും. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡി എൻ എ കഷ്ണങ്ങൾ അങ്ങോട്ട് ഓടാൻ തുടങ്ങും. നെഗറ്റീവായ കാഥോഡിൽ നിന്ന് പോസിറ്റീവായ ആനോഡിലേക്ക് ഓടാൻ തുടങ്ങും. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഡി എൻ എ കഷ്ണങ്ങൾ ഇങ്ങനെ ചെതറിക്കിടക്കും. ചെതറിക്കിടക്കുന്ന ഡി എൻ എ കഷ്ണങ്ങളെ കാണാൻ പറ്റില്ല. കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ മീഡിയത്തിലേക്ക് എന്ത് ആഡ് ചെയ്യണം എന്നറിയാം മക്കളെ? എതിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യണം. എതിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്തിട്ട് തൊട്ട് പിന്നാലെ യു വി ലൈറ്റ് അടിക്കണം. എതിഡിയം ബ്രോമൈഡും യു വി ലൈറ്റും അടിച്ചു കഴിയുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണും. ഈ ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഏത് ഡി എൻ എ ആണോ അതിന് നിങ്ങളിങ്ങനെ കുഴിച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഈ മീഡിയത്തോടു കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. അതിൻ്റെ പേരാണ് എലൂഷൻ. എന്താ വിളിക്കുക? നമ്മൾ പറ, എലൂഷൻ എന്നാ വിളിക്കുക. എലൂഷൻ എന്നാ വിളിക്കുക. അപ്പം നോക്ക്, അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസിലെ മീഡിയം ഏതാ? ജെൽ ഏതാ? അഗറോസ് ജെല്ലാണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ ടെക്നിക് യൂസ്ഡ് ടു റിമൂവ് ദ ഡി എൻ എ ഫ്രം ദ ജെൽ. ഈ ജെല്ലിൽ നിങ്ങൾക്ക് വേണ്ട ഡി എൻ എ ഇതാന്നിരിക്കട്ടെ. ഇത് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഡി എൻ എനെ മനസ്സിലാക്കി നിങ്ങൾ ആ മീഡിയത്തോട് കൂടി ഇങ്ങനെ പുറത്തേക്കെടുത്തു. മീഡിയത്തോട് കൂടി പുറത്തേക്കെടുക്കുന്നതിൻ്റെ പേരാണ് എലൂഷൻ. മീഡിയത്തോട് കൂടി പുറത്തേക്കെടുക്കുന്നതിൻ്റെ പേരെന്താ? എലൂഷൻ എന്നാ വിളിക്കുക കേട്ടോ. ഓക്കെ, ഇതെന്താ മക്കളെ? PCR. ഇങ്ങനെ കണ്ടാൽ PCR. നെയിം ദ ടെക്നിക്ക്. PCR. 1, 2, 3 3 സ്റ്റെപ്പുകളുണ്ട്. ഏതൊക്കെയാ? ഡിനാച്ചുറേഷൻ, അനലിങ്, എക്സ്റ്റൻഷൻ. ഈ പ്രൈമർ, ചെറിയ ചെറിയ ഡി എൻ എ കഷ്ണങ്ങളെ അനലിങ്ങിൽ ഉപയോഗിക്കും. അതിൻ്റെ പേരാണ് പ്രൈമറുകൾ എന്നാണ് വിളിക്കുക. 3' എൻഡിലാ ജോയിൻ ചെയ്യുക. ഇനി എക്സ്റ്റൻഷനിൽ ഒരു എൻസൈം ഉപയോഗിക്കും. ആ എൻസൈമിൻ്റെ പേരാണ് ടോക്ക് പോളിമറൈസ്. ടോക്ക് പോളിമറൈസ് ആണ് ഇങ്ങനെ വലിച്ചു നീട്ടി 2 കഷ്ണങ്ങളാക്കുക. ടോക്ക് പോളിമറൈസ് ഒരു ബാക്ടീരിയ എന്ന വേർതിരിക്കുക. ആ ബാക്ടീരിയൻ്റെ പേരാണ് ഏത്? ദർമസ് അക്വാട്ടിക്കസ്. എന്താ വിളിക്കുക? ദർമസ് അക്വാട്ടിക്കസ് എന്നാ വിളിക്കുക. ദർമസ് അക്വാട്ടിക്കസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. അതിൽ നിന്ന് വേർതിരിക്കുന്ന എൻസൈമിൻ്റെ പേരാ ടോക്ക് പോളിമറൈസ്. ഈ ടോക്ക് പോളിമറൈസ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? എക്സ്റ്റൻഷൻ. ഏത് സ്റ്റെപ്പിൽ ഉപയോഗിക്കുക? ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഉപയോഗിക്കുക, PCR. ഓക്കെ, ഇതാണ് മക്കളെ നമ്മുടെ PBr 322. PBr 322 ഇതിൻ്റെ പ്രോപ്പർട്ടി ഏതൊക്കെയാ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് ROP ജീൻ, റിപ്രസർ ഓഫ് പ്രൈമർ എന്നാ വിളിക്കുക. ROP ജീൻ ഈ റെപ്ലിക്കേഷന് വേണ്ട പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്ന ജീനുകളാണ് ROP ജീൻ. ഇതാണ് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. ഇതാണ് സെലക്ടബിൾ മാർക്കർ. ഒരു വെക്ടറിന് എന്തൊക്കെ വേണം? പ്രോപ്പർട്ടീസ് 4 പ്രോപ്പർട്ടി വേണം. 1, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, സെലക്ടബിൾ മാർക്കർ വേണം, ക്ലോണിങ് സൈറ്റ് വേണം, കോപ്പി നമ്പർ വേണം. 4 പ്രോപ്പർട്ടീസ് ഓർത്ത് വെച്ചോ മക്കളെ. ഇതിൽ ക്ലോണിങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എൻസൈമിന് മുറിക്കാൻ പറ്റുന്ന സൈറ്റുകൾ 8 എൻസൈമിൻ്റെ സൈറ്റുകളുണ്ട് കേട്ടോ. 8 എൻസൈമിൻ്റെ സൈറ്റ് ഇവിടെ ഉണ്ട്. 8 എൻസൈമിൻ്റെ സൈറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഈ ചിത്രം എന്താണ്? PBr 322. ഇതിലെ സെലക്ടബിൾ മാർക്കർ ആരൊക്കെ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. ROP എന്ന് പറഞ്ഞാൽ എന്താ? റിപ്രസർ ഓഫ് പ്രൈമർ. ROP എന്ന് പറഞ്ഞാൽ എന്താ? ROP ജീൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റിപ്രസർ
റിപ്രസർ ഓഫ് പ്രൈമർ. ഇവൻ്റെ പണി എന്താ? പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ റെപ്ലിക്കേഷന് വേണ്ടിയുള്ള പ്രോട്ടീൻ കൊടുക്കുന്നു. ഈ പ്ലാസ്മിഡിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള പ്രോട്ടീൻ കൊടുക്കലാണ് ആരുടെ പണി? ROPGൻ്റെ പണി. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡിസാമഡ് പതോജൻ വെക്ടർ എന്താ? ഡിസാമഡ് എന്ന് പറഞ്ഞാൽ ശക്തി കളഞ്ഞ. പതോജൻ എന്ന് പറഞ്ഞാൽ രോഗകാരിയാണല്ലോ. ഒരു രോഗം ഉണ്ടാക്കുന്ന ആളാണ് പതോജൻ. അവരുടെ ശക്തി എന്താ? രോഗം ഉണ്ടാക്കല. ആ രോഗം ഉണ്ടാക്കുന്ന കഴിവിനെ അങ്ങ് കളഞ്ഞു. അതിൻ്റെ പേരാണ് ഇത് ഡിസാമഡ് പതോജൻ വെക്ടർ. ഏതൊക്കെ മക്കളെ? അഗ്രോ ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന പ്ലാസ്മിഡിൻ്റെ പേരാ TI പ്ലാസ്മിഡ് അല്ലെങ്കിൽ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിൻ്റെ അവിടെ ഒരു ജീൻ ഉണ്ട്. ആ ജീൻ്റെ പേരാ ട്രാൻസ്ഫർ DNA അല്ലെങ്കിൽ TDNA എന്ന് വിളിക്കുക. അഗ്രോ ബാക്ടീരിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന പ്ലാസ്മിഡ് TI പ്ലാസ്മിഡ്. അതിൻ്റെ ഉള്ളിലുള്ള ജീനാണ് TDNA. എന്താ വിളിക്കുക? TDNA. എപ്പോഴെങ്കിലും ഈ അഗ്രോ ബാക്ടീരിയം ഒരു പ്ലാന്റിനെ ബാധിച്ചു എന്നിരിക്കട്ടെ, അഗ്രോ ബാക്ടീരിയം ഒരു പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, അഗ്രോ ബാക്ടീരിയ എന്താ ചെയ്യുക? അവൻ്റെ ഉള്ളിലെ TDNA ഞങ്ങൾ പ്ലാന്റിന് കൊടുക്കും. അവൻ്റെ ഉള്ള TI പ്ലാസ്മിഡിനെ പ്ലാന്റിന് കൊടുക്കും. ഇൻഫെക്റ്റ് പ്ലാന്റ് എപ്പോഴെങ്കിലും ബാക്ടീരിയ പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്താൽ അവൻ്റെ ഉള്ളിലെ പ്ലാസ്മിഡിനെ ഞങ്ങൾ പ്ലാന്റിന് കൊടുക്കും. പ്ലാസ്മിഡിൻ്റെ ഉള്ളിൽ ഒരു DNA ഉണ്ട്. അതിൻ്റെ പേരെന്താ? TDNA. ഈ TDNA പ്ലാന്റ് സെല്ലിൽ എന്തുണ്ടാക്കും? ട്യൂമർ ഉണ്ടാക്കും, മുഴകൾ ഉണ്ടാക്കും. ശ്രദ്ധിച്ചോ? അഗ്രോ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. അതിനുള്ളൊരു പ്ലാസ്മിഡിൻ്റെ പേരെന്താ? TI പ്ലാസ്മിഡാ. അതിനുള്ളിൽ കാണുന്ന DNA പേരെന്താ? TDNA എന്നാ വിളിക്കുക. എപ്പോഴെങ്കിലും ഈ ബാക്ടീരിയ ഒരു പ്ലാന്റിലേക്ക് കയറിയാൽ ഈ ബാക്ടീരിയ TI പ്ലാസ്മിഡിനെ അങ്ങ് സെല്ലിന് കൊടുക്കും. TI പ്ലാസ്മിഡിൻ്റെ ഉള്ളിൽ ആരുണ്ട്? TDNA ഉണ്ട്. ഈ TDNA ആ പ്ലാന്റിൽ അങ്ങ് ട്യൂമർ ഉണ്ടാക്കും. നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? ഇതിൻ്റെ രോഗം കളയാൻ വേണ്ടി ഇതിൻ്റെ TI പ്ലാസ്മിഡ് എടുത്തിട്ട് ഇതല്ലേ നമ്മുടെ TDNA, ആ TDNA അങ്ങ് മുറിച്ചു മാറ്റി. TDNA അല്ലേ ട്യൂമർ ഉണ്ടാക്കുക, ട്യൂമർ ട്രാൻസ്ഫർ DNA. അതിനങ്ങ് മാറ്റി നമ്മുടെ ഡിസേബിൾ ജീൻ അങ്ങ് ചേർത്ത് വെച്ച് കൊടുത്തു. നമ്മൾ ഡിസേബിൾ ജീനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് പ്ലാന്റിലേക്ക് വിട്ടു. സാധാരണ ഇത് പ്ലാന്റിലേക്ക് TI പ്ലാസ്മിഡ് പോകുമ്പോൾ TDNA അങ്ങ് കൊടുക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? TDNA അങ്ങ് മുറിച്ചു മാറ്റി, നമ്മുടെ ഡിസേബിൾ ജീനെ കയറ്റി വെച്ചു. അപ്പോൾ അതുപോലെ അഗ്രോ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാക്കുമ്പോഴോ TI പ്ലാസ്മിഡ് പ്ലാന്റിലെത്തും. TDNAക്ക് പകരം നമ്മുടെ DNA ആയിരിക്കും, നമ്മുടെ ജീനായിരിക്കും പ്ലാന്റിന് കൊടുക്കുക. ഓക്കെ, സാധാരണ ഇവർ രോഗം ഉണ്ടാക്കുന്നവരാ. TDNA ട്യൂമർ ഉണ്ടാക്കുന്നില്ലേ, രോഗം ഉണ്ടാക്കുന്നവരാ. ആ രോഗം ഉണ്ടാക്കുന്ന TDNA മാറ്റി നമുക്ക് വേണ്ട ജീൻ അങ്ങ് കൊടുത്തു. TI പ്ലാസ്മിഡ് നേരെ നമ്മുടെ ഡിസേബിൾ ജീനെ കൊണ്ട് പ്ലാന്റിൽ കൊടുത്തോളും. ഇതേപോലെ ഒരാളാണ് റിട്രോവൈറസിൻ്റെ പ്രത്യേകത എന്താ അറിയാമോ? റിട്രോവൈറസ് ഇതാണ് മക്കളെ ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്നവരാ, ക്യാൻസർ ഉണ്ടാക്കുന്ന ആളാണ്. റിട്രോവൈറസ് ആനിമൽസിന് അവരുടെ DNA അങ്ങ് കൊടുക്കും. അപ്പോൾ ആനിമൽസിന് ക്യാൻസർ വരിക. നമ്മൾ എന്ത് ചെയ്തു? അവരുടെ ഈ രോഗം ഉണ്ടാക്കുന്നത് ഈ DNA അല്ലേ, ഈ DNA നമ്മൾ എടുത്തു മാറ്റി നമ്മുടെ ഡിസേബിൾ ജീൻ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ നോക്കി ഇപ്പം എന്താ പറ്റിയ? ഇതാണ് നമ്മുടെ റിട്രോവൈറസ് എന്നിരിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലുള്ളത് ആരാ? രോഗം ഉണ്ടാക്കുന്ന DNA അല്ല, നമ്മൾ കൊടുത്ത DNA ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് എപ്പോഴെങ്കിലും ആനിമൽസിനെ അറ്റാക്ക് ചെയ്താലോ നമ്മളിപ്പോൾ കൊടുത്ത DNA അവരെ കൊടുത്തോളും. സാധാരണ രോഗം ഉണ്ടാക്കുന്ന DNA അല്ലേ ആനിമൽസിന് കൊടുക്കുക. ആ രോഗം ഉണ്ടാക്കുന്ന DNA നമ്മൾ എടുത്തു മാറ്റി നമ്മുടെ നല്ല DNA കൊടുത്തു. ഇപ്പോഴോ അവൻ അറ്റാക്ക് ചെയ്യുമ്പം ആ ഉള്ളിൽ കൊടുത്ത DNA ആനിമൽസിന് കൊടുത്തോളും. ഓക്കെ, രണ്ടിൻ്റെ രോഗമുണ്ടാക്കുന്ന കഴിവിനെ മാറ്റി നമുക്ക് വേണ്ട ജീനെ കൊടുത്തു. അഗ്രോ ബാക്ടീരിയം കൊണ്ടുപോയിട്ട് പ്ലാന്റിൽ ഇട്ടോളും, റിട്രോവൈറസ് കൊണ്ടുപോയി ആനിമൽസിൽ ഇട്ടോളും. നെയിം ദ ഡിസാമഡ് പതോജൻ വെക്ടർ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷൻസും റിട്രോവൈറസുമാ. അഗ്രോ ബാക്ടീരിയം പ്ലാന്റിലേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നു, റിട്രോവൈറസ് ആനിമൽസിലേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നു. എന്താ ബയോളിസ്റ്റിക്സ് മൈക്രോജീൻ ഇൻജെക്ഷൻ നമ്മൾ വ്യത്യാസം? ബയോളിസ്റ്റിക്സ് പറഞ്ഞാൽ നമ്മുടെ ജീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹൈ വെലോസിറ്റിയിൽ പ്ലാന്റ് സെല്ലിലേക്ക് വിടുന്നു. ഒരു മൈക്രോ പാർട്ടിക്കിൾ ഉണ്ട്, ഗോൾഡ് ടങ്സ്റ്റൺ വെച്ച് ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിൽ നമ്മുടെ DNA ചുറ്റും ഒരു തോക്കിലേക്ക് ഇടും, ടക്കെന്ന് വെക്കും, ഹൈ വെലോസിറ്റി പോയി പ്ലാന്റ്സിലേക്ക് കയറും. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നീഡിൽ കാണും, ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു നീഡിൽ, മൈക്രോ ഇഞ്ചക്ടർ. നീഡിലിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ജീനെ എടുത്ത് വെക്കും, നമ്മൾ സ്ക്യൂസ് ചെയ്യും, നേരെ ഞെക്കും, അപ്പോൾ ജീൻ നേരെ പോയിട്ട് ആ ആനിമൽ സെല്ലിലേക്ക് കയറും. പ്ലാന്റ് സെല്ലിൽ ജീനെ കൊടുക്കാൻ ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ ഉപയോഗിക്കുക. ആനിമൽ സെല്ലിലേക്ക് ജീനെ കൊടുക്കാൻ ആ മൈക്രോ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുക. ബാക്ടീരിയ സെല്ലിനെ എങ്ങനെ കോമ്പിറ്റൻ്റ് ആക്കും? എന്താ കോമ്പിറ്റൻ്റ് സെൽ എന്ന് പറഞ്ഞാൽ? ആ DNA വേഗം ബാക്ടീരിയ സെല്ല് വാങ്ങിക്കില്ല. ആ DNA വാങ്ങിക്കാൻ തയ്യാറായ സെല്ലിൻ്റെ പേരാണ് മക്കളെ കോമ്പിറ്റൻ്റ് സെൽ എന്ന് വിളിക്കുക. കോമ്പിറ്റൻ്റ് സെൽ എങ്ങനെ ആക്കും? ആ DNA വാങ്ങിക്കുന്ന കോമ്പിറ്റൻ്റ് സെല്ലായിട്ട് എങ്ങനെ മാറ്റും?
കാൽസ്യം മഗ്നീഷ്യം അയോൺ കൊണ്ട് ആദ്യം ബാക്ടീരിയ സെല്ലിനെ പ്രവർത്തിപ്പിക്കുന്നത് പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് വരും. എങ്ങനെ ബാക്ടീരിയ സെല്ലിനെ കോമ്പിറ്റന്റ് സെല്ലാക്കാം? എന്താണ് കോമ്പിറ്റന്റ് സെല്ല്? ആ DNA വാങ്ങിക്കാൻ തയ്യാറായ സെല്ല്. ബാക്ടീരിയ വേഗം തയ്യാറാകില്ല, ബാക്ടീരിയ വേഗം കോമ്പിറ്റന്റ് സെല്ലാകില്ല. അതിന് 4 മന്ത്രവും തന്ത്രവും ചെയ്യണം. ആദ്യം കാൽസ്യം മഗ്നീഷ്യം കൊണ്ട് പ്രവർത്തിപ്പിക്കണം, ഡൈവാലന്റ് അയോൺ വെച്ച് ട്രീറ്റ് ചെയ്യിപ്പിക്കണം, പിന്നെ ഐസിൽ കൊണ്ടുവെക്കണം, പിന്നെ ഹീറ്റിൽ കൊണ്ടുവെക്കണം. ഹീറ്റിൽ എത്ര ഡിഗ്രിയിലാണ്? 42 ഡിഗ്രിയിൽ ഹീറ്റിൽ കൊണ്ടുവെക്കണം. 42 ഡിഗ്രിയിൽ ഹീറ്റിൽ കൊണ്ടുവെക്കുന്നതിൻ്റെ പേരെന്താ? ഹീറ്റ് ഷോക്ക് മെത്തേഡ് എന്ന് വിളിക്കുക. 42 ഡിഗ്രിയിൽ ഹീറ്റിൽ കൊണ്ടുവെക്കുന്നതിൻ്റെ പേര് ഹീറ്റ് ഷോക്ക് മെത്തേഡ് എന്ന് വിളിക്കുക. അവസാനം വീണ്ടും ഐസിൽ കൊണ്ടുവെക്കുക. ഈ 4 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ബാക്ടീരിയ സെല്ലുകൾ ആ DNA അക്സെപ്റ്റ് ചെയ്തോളും. ആ DNA അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയകൾ നമ്മൾ എന്താണെന്നാ വിളിക്കുക? കോമ്പിറ്റന്റ് സെൽ എന്നാ വിളിക്കുക. ഓക്കെ അല്ലേ? കാൽസ്യം മഗ്നീഷ്യം അയോൺ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു, ഐസിൽ വെക്കുന്നു, ഹീറ്റിൽ വെക്കുന്നു, പിന്നെ ഐസിൽ വെക്കുന്നു. ഹീറ്റ് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റിൽ വെക്കുന്നതിനെ ഹീറ്റ് ഷോക്ക് എന്ന് വിളിക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ എത്ര? 42 ഡിഗ്രിയാ. ഓക്കെ, ഇതാണ് മക്കളെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 52 ക്വസ്റ്റ്യൻ കണ്ടോ? 52 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബയോറിയാക്ടറിൻ്റെ ഡയഗ്രാം 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ സ്പാജഡ് ബയോറിയാക്ടർ, പിന്നെന്താ സിമ്പിൾ സ്റ്റൈഡ് ടാങ്ക് റിയാക്ടർ, സ്പാജഡ് സ്റ്റൈഡ് ടാങ്ക് റിയാക്ടർ. ഇതിൻ്റെ ഡയഗ്രാം നോക്കി വെക്കണം. ഏറ്റവും കൂടുതൽ സിമ്പിൾ സ്റ്റൈഡിൻ്റെയാണ് ചോദിക്കുക കേട്ടോ. ഇതെന്താ? ഇത് ആസിഡ് ബേസുകൾ ഇട്ട് കൊടുക്കുന്നതാ. ആസിഡ് ബേസ് ഫോർ pH കൺട്രോൾ. ഇതാണ് മോട്ടർ, ഇതാണ് കറങ്ങുക, അപ്പോഴാണ് കണ്ടന്റ് കറങ്ങുക. ഇതാണ് ഫ്ലാറ്റ് ബ്ലേഡഡ് ഇമ്പല്ലർ, ഇതാണ് ഫോം ബ്രേക്കർ, ഇതാണ് കൾച്ചർ ബ്രോത്ത്, ഇതാണ് എയർ കൊടുക്കുന്നത്, സ്റ്റെറൈൽ എയർ. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? രോഗാണുക്കളില്ലാത്ത എയർ എന്നർത്ഥം. ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ മക്കളെ. ഓക്കെ, ഇത്ര ഉള്ളടാ നമ്മുടെ ഏതിൽ നിന്നുള്ളത്, നമ്മുടെ ഇത്രയും ചാപ്റ്ററിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ്. ഇപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പഠിച്ചേക്കണേടാ. ഈ പറയുന്നൊക്കെ പഠിച്ചേക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ എൻ്റെ വാക്കാൻ നാളത്തെ നല്ലൊരു മാർക്ക് കിട്ടും എക്സാമിന്. എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ഹവറായി മക്കളെ, 1 ഹവറായി. സോറി ഗൈസ്, 30 മിനിറ്റ് തീർക്കാന്ന് പറഞ്ഞാൽ 1 ഹവറായി. 52 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ പഠിക്കണം, ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ക്വസ്റ്റ്യനെ പഠിച്ച് പോകണം. ഈ ക്വസ്റ്റ്യൻ വീണ്ടും ബാക്ക് അടിച്ച് പഠിച്ച് തലയെ കയറ്റി വേണം പോകാൻ. ഓക്കെ, സമയം എടുത്തു പഠിച്ചോ, നോട്ട് എഴുതി പഠിച്ചോ. ഈ ക്വസ്റ്റ്യൻ മാത്രം വേണമെങ്കിൽ, ഉത്തരങ്ങൾ മാത്രം വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ഓക്കെ, പഠിക്കണം. എക്സാം എങ്ങനെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യണം. ഇപ്പോഴത്തെ ക്ലാസ് ഇങ്ങനെ എടുത്തത് വല്ലോ മനസ്സിലായെന്നൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. പഠിച്ചേക്കണേടാ.